കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. അടുത്ത ആഴ്ച ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചിരുന്ന പോലെ ഒരു മിഷൻ ട്രിപ്പ് പോകുന്നത് കൊണ്ട് പരമാവധി 2 ആഴ്ച കൊണ്ട് ക്ലാസ് എടുത്ത് തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ആഴ്ചകൾ മുഴുവൻ ക്ലാസ് എടുത്തത്. ഇന്ന് ഇത് 3ാമത്തെ മീറ്റിംഗ് ആണ്. രാവിലെ പ്രെയർ സെക്ഷൻ, ഉച്ചയ്ക്ക് പകൽ ചർച്ചിനകത്ത് 2.5 മണിക്കൂർ ക്ലാസ്, 3ാമത്തെ സെക്ഷനിൽ കയറുക. ഏതാണ്ട് ഈ സെക്ഷനോടുകൂടെ സൺഷിപ്പിൻ്റെ ഒരു മേഖല നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ കിങ്ഷിപ്പിലേക്ക് കയറാൻ പോവുകയാണ്. ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കുറേ മേഖലകൾ എനിക്ക് ഈ 2-3 ദിവസം 2 ആഴ്ച കൊണ്ട് കവർ ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ യൂട്യൂബിനകത്ത് ലിങ്കുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നമ്മുടെ ഗ്രൂപ്പുകളിൽ കൂടിയേ കയറാൻ പറ്റുള്ളൂ. അത് അടച്ചു വെച്ചിരിക്കുകയാണ്, പ്രൈവറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ കയറുകയും അത് പഠിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഒരു വ്യത്യസ്ത തലത്തിലേക്ക് ദൈവാത്മാവിനാലുള്ള നിങ്ങളുടെ ഫെയ്ത്തിൻ്റെ റിലം വർദ്ധിക്കുന്നൊരു തലത്തിലേക്ക് നിങ്ങൾക്ക് കയറാം. അത് നിങ്ങളുടെ ഡിവൈൻ ഡെസ്റ്റിനിയിലേക്കുള്ള യാത്രയായിരിക്കും. ഓക്കെ, താങ്ക് യു ജോയ്സി നന്നായിട്ട് വർഷിപ്പ് ചെയ്യുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. നമ്മളത് സാധാരണ കത്രിമേശയ്ക്ക് പാടാറുള്ളൂ. ജോയ്സി എക്സാമൊക്കെ കഴിഞ്ഞ് അടുത്തൊരു എക്സാമും കൂടെ എഴുതാനായിട്ട് നോക്കിയിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് പോകാൻ പോവുകയാണ് ജോയ്സി. ഞങ്ങളതങ്ങ് പ്രഖ്യാപിക്കുക. കർത്താവ് വേഗത്തിൽ വിടട്ടെ, കൃപ. ഓക്കെ, നമ്മൾ ഇന്ന് രാത്രി വീണ്ടും നമ്മൾ ദാവീദ്യ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സ്റ്റെപ്പിലെത്തി നിൽക്കുകയാണ്, ദാവീദ്യ ഉടമ്പടിയിലേക്ക്. അപ്പോൾ ദാവീദ്യ ഉടമ്പടിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലും സങ്കീർത്തനം 89-ലുമാണ്. അപ്പോൾ ദാവീദ്യ ഉടമ്പടി ഗ്രാൻഡ് കവനൻ്റാണ്. ഞാനിപ്പോൾ ഒരു ഒറ്റ വാക്ക് പറഞ്ഞു വിടുന്നു. ഇപ്പോൾ ഞാനതിൽ തൊടുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1 തൊട്ട് അവസാനിപ്പിക്കണം. ഉടമ്പടിയുള്ള ബന്ധത്തിൽ അവസാനിപ്പിക്കണം. ദൈവം ആരോഗ്യം തന്നാൽ, തൊണ്ടയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ അതിനകത്തുള്ള 12 ടോപ്പിക്കുകളൂടെ പറയണം. അതുകൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് സൺഷിപ്പിൻ്റെ ഒരു പാക്കേജ് നിങ്ങളുടെ അകത്ത് കയറുകയാണ് ഇതോടുകൂടെ. അപ്പം യേശുക്രിസ്തു ദാവീദിൻ്റെ സന്തതിയാണെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിയാണെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിക്കുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് ഒരു സന്തതിയാണ്. അബ്രഹാമിൻ്റെ ഉടമ്പടിയിലുള്ള അനുഗ്രഹം ഒരു സന്തതിയാണ്. 2 ദേശമാണ്. ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൽ ദേശമാണ്. അതിനകത്ത് തന്നെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അത് നിവർത്തിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ്. ജനനത്തിലൂടെ സന്തതി ജനിച്ചു. ആ ജനിച്ച സന്തതിക്ക് വാക്തത്വമായി ദേശം കിട്ടുന്നത് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് ശേഷമാണ്. ആ ഭൂപ്രദേശം മുഴുവൻ കിട്ടുന്നത്. അബ്രഹാമിൻ്റെ സന്തതി പട്ടണങ്ങളെ അവകാശമാക്കും. അപ്പം ഈ ഉടമ്പടിക്കകത്തുള്ള വാക്തത്വങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പോൾ അനുഭവിക്കാം. ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ കാര്യം. എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ട്, വരുവാനുള്ള യുഗത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാം. നല്ല വചനം ഭക്ഷിക്കുന്നവർക്ക് വരുവാനുള്ള യുഗത്തിൻ്റെ ശക്തി ഇവിടെ അനുഭവിക്കാം. ഇവിടെ നിങ്ങൾക്ക് അത് ആസ്വദിക്കാം, അനുഭവിക്കാമെന്ന് നിങ്ങൾക്ക് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. ഞാൻ ഈ വാക്യങ്ങൾ എഴുതി വെച്ച ഓർഡറിലല്ല പറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ചില നേരത്ത് ഞാൻ ഈ വാക്യം പറഞ്ഞ് ഞാൻ തന്നെ നിന്നൊന്നും തപ്പുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി അടുത്ത ഒരു പാർട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ കുറച്ച് പേരെ ഉള്ളെങ്കിലും പറ്റുന്നവർ, വീട്ടിൽ തടസ്സമുള്ളവരുണ്ടെന്ന് എനിക്കറിയാം, പറ്റുന്നവർ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് വരിക. നമുക്കൊരുമിച്ച് ഇന്ന് രാവിലെ അടുത്ത പാർട്ടിലേക്ക് പ്രവേശിക്കാം. അപ്പം ദാവീദ്യ ഉടമ്പടിയുള്ള ബന്ധത്തിൽ ദാവീദ്യ ഉടമ്പടി ഗ്രാൻഡ് കവനൻ്റാണ്. അതിനകത്ത് 4 വാക്തത്വങ്ങൾ പ്രധാനമായിട്ട് കാണാം. 1, ഞാൻ നിൻ്റെ പേര് വലുതാക്കും. നിൻ്റെ സന്തതിയിൽ നിന്ന് ഒരവകാശി ഉണ്ടാകും. നിനക്ക്
ഒരു ഡെസ്റ്റിനി ഉണ്ടാകും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമായിരിക്കും. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങൾ. അതൊന്നുകൂടെ ഞാൻ ഉപതിരിവ് പറഞ്ഞ് പറയാം. അവനാണ് ആലയം പണിയുന്നത്. അത് ഡെസ്റ്റിനിക്കകത്ത് പെടുന്നതാണ്. അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് പിന്നെ വരാം. ഞാനിപ്പം അബ്രഹാമിക് കവനന്റിനകത്തുള്ള സൺഷിപ്പ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അതിലേക്ക് വരാം. ഇവിടെ നമ്മൾ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി, അത് നമ്മൾ ഇന്നലെ ഗലാത്യ ലേഖനം 3-ാം അധ്യായമാണ് പറഞ്ഞത്. അപ്പം ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ, ഈ ഫെയ്ത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഡോറുകൾ തുറക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കും പറഞ്ഞില്ലേ, തലമുറയ്ക്ക് വേണ്ടി വഴി തുറന്നു, ദൈവം ഒരു നിയോഗം തന്നു, ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചു, ദൈവം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വാതിൽ തുറന്നു. എപ്പോഴോ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ഫെയ്ത്തിൽ പറഞ്ഞ ആമേനുകളാണ്, ഫെയ്ത്തിൽ നിങ്ങൾ ചെയ്ത റെസ്പോണ്ടുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഡോറുകളായിട്ട് വെളിപ്പെടുന്നു, ഡോറുകൾ തുറക്കുന്ന മേഖലകളായിട്ട് തുറക്കുന്നത്. അപ്പം ഇവിടെ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായി. യേശുക്രിസ്തു വിശ്വസിച്ച വിശ്വാസത്താൽ യേശുക്രിസ്തുവിൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിച്ചപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായി. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന സ്നാനത്താൽ നാം അബ്രഹാമിൻ്റെ കവനന്റിൻ്റെ ഭാഗമായി. ഇത് ഞാൻ ആവർത്തിച്ച് ഓരോ ക്ലാസ്സിലും പറയുന്നത്, അതാണ് നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനം. വാഗ്ദത്തങ്ങൾ, അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ തുറക്കണമെങ്കിൽ നിങ്ങൾ സ്നാനപ്പെട്ടത് അബ്രഹാമിൻ്റെ ഉടമ്പടിയുടെ അവകാശം അനുഭവിക്കാനാണെന്നുള്ള വെളിപ്പാടുണ്ടാകണം. ഇതൊരു ഡീഡാണ്. അപ്പൊ ക്രിസ്തുവിനോട് ചേരുവ സ്നാനപ്പെട്ട സ്നാനത്താൽ നിങ്ങൾ ഇപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയായി. അപ്പൊ രക്ഷിക്കപ്പെട്ടതിനാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി, സ്നാനത്താൽ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയായി. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തിരിഞ്ഞോ? ഞാൻ പറഞ്ഞത് കേട്ടോന്നല്ല, നിങ്ങൾക്കിത് മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിച്ചതിനാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട സ്നാനത്താൽ നിങ്ങൾ ഉടമ്പടിയുടെ ഭാഗമായി മാറി. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളോടല്ല ദൈവം ഉടമ്പടി ചെയ്യുന്നത്. അറിയാതെ നമ്മുടെ വായിൽ നിന്ന് വരാം, ചിലപ്പോൾ എൻ്റെ വായിൽ നിന്നും വരാം, പക്ഷെ സാധ്യത കുറവാണ്, വല്ലപ്പോഴൊക്കെ വരാം. വേറെ ഒരു കാര്യം ചിന്തിച്ച് പറഞ്ഞു വരുമ്പോൾ അറിയാതെ പറഞ്ഞു പോകാം. പക്ഷെ എൻ്റെ അകത്ത് അത് അടുക്കിന് എൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞു. എന്നോടല്ല ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനോടാണ് പുതിയ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. നമ്മുടെ അകത്ത് ആൾക്കാർക്കൊരു ചിന്തയൊക്കെ ഉണ്ട്, അറിയാതെ നമ്മൾ പറഞ്ഞു പോകും, ഇത് കുറേ കാലം കർത്താവ് നിങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഉടമ്പടിയാണ്. ഒന്നുമല്ല, നമ്മളോടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്, ഇസ്രായേൽ ഗ്രഹത്തോടാണ്. നമ്മൾ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ മക്കളാണ്. അങ്ങനെ വേണം പഠിക്കാൻ. അബ്രഹാമിനോട് പറഞ്ഞില്ലേ, ഞാൻ നിനക്കൊരു സന്തതിയെ തരുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ സന്തതി, റീന സിസ്റ്റർക്കായിട്ട് സ്തോത്രം, ബെന്നിച്ചാനെയും ഒരുമിച്ചിരുത്തി കേൾക്കുക. കൃപ തുറക്കട്ടെ, അവിടെ ദൈവശക്തി തുറക്കട്ടെ, കൃപ. അപ്പുറത്ത് ഞാൻ അമ്മച്ചിയെ വേറെ ഡിവൈസിൽ കണ്ടു, ഫ്ലോറൻസ് എന്ന് പറഞ്ഞിട്ട്. ഒരു വീട്ടിൽ നിന്ന് 2 ഡിവൈസ് കയറി, സ്തോത്രം. ഓക്കെ, ജോണിച്ച, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ എല്ലാവർക്കും ഓരോരുത്തർക്കേ വന്ദനം പറയുന്നില്ല കേട്ടോ, അപ്പോൾ സമയം പോവുക. എല്ലാവരും ഓർത്ത് സ്തോത്രം, എല്ലാവർക്കുള്ള വന്ദനം. അപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ, അബ്രഹാമിനോട് ദൈവം ചെയ്ത കവനന്റിൻ്റെ മക്കളാണെന്നുള്ള വെളിപ്പാട്, സന്തതിയാണെന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്തു വന്നാൽ നിങ്ങൾ പിന്നെ ജീവിക്കുന്നത് ഫെയ്ത്തിലാകുമോ നിയമത്തിലാകുമോ? നിങ്ങൾ ജീവിക്കേണ്ടത് നിയമത്തിൻ്റെ കീഴിലല്ല, നിങ്ങൾ ജീവിക്കേണ്ടത് ഫെയ്ത്തിലാണ്, അബ്രഹാമിൻ്റെ ഫെയ്ത്തിലാണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യായമാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായം. മക്കൾ ജീവിക്കേണ്ടത് നിയമത്തിൻ്റെ കീഴിലല്ല, മക്കൾ ജീവിക്കേണ്ടത് ഫെയ്ത്തിൻ്റെ കീഴിലാണ്.
അതിന് പൗലോസ് നിങ്ങളുടെ അകത്ത് ഫെയ്ത്ത് ഉണ്ടാക്കിയത് എന്താ? ഫെയ്ത്ത് ഉണ്ടാക്കുന്നത് ക്രിസ്തുവിന്റെ വചനങ്ങളാണ്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പം ആ വചനം ഉണ്ടായി, ആ വിശ്വാസം ഉണ്ടായത് എങ്ങനെയാ? പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത് ന്യായപ്രമാണത്തിന്റെ പ്രസംഗത്താലാണോ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ, വിശ്വാസത്തിന്റെ പ്രസംഗത്താലാണോ? പൗലോസ് ചോദിക്കുന്ന ചോദ്യമാണ്. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ 3:3. അപ്പൊ വിശ്വാസം അവർക്കുണ്ടാകാൻ വിശ്വാസത്തിന്റെ പ്രസംഗം എന്തായിരുന്നു? ഗലാത്യലേഖനം 3:1. ഞാൻ ഇന്ന് രാവിലെ ഒന്ന് തൊട്ടുവിട്ടു. ഇത് തൊട്ടുവിട്ട് ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ അകത്തത് കയറാനാണ് കേട്ടോ. എനിക്ക് പുതിയ ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റാഞ്ഞിട്ടല്ല, ഇത് നിങ്ങളുടെ അകത്തൊരു ചിത്രം വരച്ചുണ്ടാക്കുക. ഞാൻ പൗലോസ് ചോദിക്കുക, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാര്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കെ. ഒന്ന് വായിച്ച വാക്യം നമുക്ക് ഗലാത്യലേഖനം ഒന്ന് വായിച്ചു വിടണം ഇന്ന് രാത്രി. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ച്. പറ്റുന്നവരെല്ലാം ഞാൻ ബൈബിളിനകത്ത് എനിക്ക് എന്താ പറയുക, മൊബൈലിൽ എനിക്ക് വചനം വിടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് ഒരു എഴുതി വെച്ച സ്ട്രക്ചർ എൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ദൈവാത്മാവ് റൂട്ട് തുറന്നു വരണം. അല്ലെങ്കിൽ ഞാൻ രണ്ടും കൂടെ ചെയ്തേനെ, പ്രസംഗിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ ദൈവാത്മാവ് എനിക്ക് റൂട്ട് തുറന്നു വരണം. ഞാൻ വേർഡും കൂടെ ഇടാൻ പോയാൽ അത് ടൈം പോകും. അതുകൊണ്ടാണ് ടൈം പോകുന്നല്ല, സോറി, എൻ്റെ മൈൻഡിനകത്ത് അത് എനിക്ക് ആ ഓർഡർ നഷ്ടപ്പെടും, തുറന്നു വരുന്ന ഓർഡർ പോകും. അതുകൊണ്ടാണ് ഞാൻ വേർഡ് ഇടാത്തത്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ നോക്കിയ വാക്യം വായിക്കുക. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ, ഒന്ന് ഓടിച്ചു വായിച്ചേ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയത് ആർ? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു, പുള്ളി ആകെ ചൂടില്ല. ആദ്യം അഭിസംബോധന പറയാതെ തുടങ്ങി, എന്നിട്ട് ബുദ്ധിയില്ലാത്ത ബോധം കെട്ടവരെന്നല്ലേ പറയുന്നേ. ബുദ്ധിയില്ലാത്ത ഒരു ബോധമില്ലാത്ത പാവം വിശ്വാസികൾ. ഞാൻ പിന്നെ അബദ്ധവശ ഒരു വാക്ക് പറഞ്ഞു പോയാലും ക്ഷമ പറയും. പുള്ളി അത് ക്ഷമയും പറഞ്ഞില്ല. പുള്ളി അങ്ങ് എന്താ പറയുക, ദേഷ്യം പിടിച്ച് ഇളകിയിട്ട് പറയുക. ഞാൻ നാടൻ പറയുകയാണ് കേട്ടോ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളുടെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവരായി നിങ്ങളുടെ കണ്ണു മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്തും, നിങ്ങൾക്ക് ആഭിചാരം ചെയ്തത് ആരാന്ന്? ഹലോ, നിങ്ങളെ ആഭിചാരം ചെയ്ത് മയക്കിയതാരാന്നേ ചോദിക്കുന്നേ. എന്നിട്ട് എനിക്ക് ഒറ്റ കാര്യം അറിയാം പൗലോസ്, എനിക്ക് ഒറ്റ കാര്യം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ചോദിക്കുക, നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് പൗലോസ് ചോദിക്കുക, ആത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലാണോ? കാണാലോ അല്ലേ നിങ്ങൾക്കിത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? പൗലോസ് ചോദിക്കുകയാണ്. അടുത്ത വാക്ക്, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരാണോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടാണോ സംഭവിക്കുന്നത്? ഇതെല്ലാം വെറുതെ അനുഭവിച്ചുവോ? അപ്പൊ പൗലോസിന്റെ ചോദ്യം, നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയോ? കിട്ടി. എങ്ങനെ കിട്ടി? വിശ്വാസത്തിന്റെ പ്രസംഗത്താൽ. എന്ത് പ്രസംഗം കേട്ടപ്പോൾ? ക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ. അതാ പൗലോസ് പറഞ്ഞത്. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, എന്താ പറഞ്ഞത്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇനി ഞാൻ ഇന്ന് പകൽ പറഞ്ഞ കാര്യമാണ്, ഇതും കൂടെ പകൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം നമുക്ക്. നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളിടയിൽ വീരപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇത് ചെയ്യുന്നത് ആരാണ്? നിങ്ങൾക്ക് ആത്മാവിനെ നൽകുന്നത് ആരാണ്? നിങ്ങൾക്ക് ആത്മാവിനെ നൽകുന്നത് സ്വർഗസ്ഥനായ പിതാവല്ലേ? പിതാവ് എന്തിനാണ് ആത്മാവിനെ നൽകിയത്? പിതാവ് ആത്മാവിനെ നൽകുമ്പോൾ ആദ്യം നിങ്ങളിൽ ഓപ്പൺ ആകുന്നത്, ആദ്യം നിങ്ങൾ തുറക്കുന്നത് വീര്യപ്രവർത്തികളാണ്. എങ്ങനെ അറിയാം? സ്പിരിച്വൽ റിലം നിങ്ങളുടെ അകത്ത് തുറന്നെന്ന്. നിങ്ങൾ ഡ്രീംസുകൾ കാണാൻ തുടങ്ങും, നിങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും, നിങ്ങളുടെ മേൽ കിടക്കുന്ന കെട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി അഴിയാൻ തുടങ്ങും. ഈ വേദപുസ്തകത്തിന്റെ ഒരു മുഴുവൻ ചിത്രം കിട്ടാത്ത ആളുകൾ അവർ പറയും അത്ഭുതം നടക്കുന്നതിലല്ല കാര്യം, അടയാളം നടക്കുന്നതിലല്ല കാര്യം, വീര്യപ്രവൃത്തി നടക്കുന്നതിൽ. ആരാ പറഞ്ഞ ഇത്? മണ്ടത്തരം പറയരുത്. യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ അന്നാളിൽ പറയും, നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രവചിച്ചു, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയില്ലെന്ന് മത്തായി 7 പറഞ്ഞ വാക്യം എടുത്ത് ഇതുമായി കണക്ട് ചെയ്യരുത്. മത്തായി 7 പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു രോഗശാന്തി ചെയ്യുന്നത് കണ്ട് യേശുവിന്റെ ശിഷ്യന്മാരെ കൂടാത്ത ആളുകൾ അവരുടെ ഇടയിൽ ഭൂതം പുറത്താക്കുന്നു. അപ്പൊ ആ ഒരു കൂട്ടം പുറത്തു പടക്കുക. അവർ വചനം കേൾക്കുന്നില്ല, അവർ വചനത്താൽ പണിയപ്പെടുന്നില്ല, അവരകത്ത് ഫെയ്ത്ത് റിലം ഓപ്പൺ ആകുന്നില്ല, അവർ പുത്രത്വത്തിൽ വളരുന്നില്ല. അപ്പൊ അവരെ നോക്കിക്കൊണ്ടാണ് മത്തായി 7 പറഞ്ഞത്.
7 തന്നെയല്ലേ? അത് 6-ലാണോ? നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, എൻ്റെ നാമത്തിൽ. അപ്പോൾ കർത്താവ് നിങ്ങൾ എന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അത് അവരോട് പറഞ്ഞ കാര്യം. നിങ്ങൾ അറിഞ്ഞില്ലേ? സ്നാനപ്പെട്ടപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞോ? സ്നാനത്താൽ നിങ്ങളും ക്രിസ്തു ഒന്നാണോ? അപ്പൊ നിങ്ങളിൽ കൂടെ ഒരു അത്ഭുതം വെളിപ്പെടുന്നത് അല്ല അവിടെ പറഞ്ഞത്. കൃപ. ഞാനിപ്പോൾ പറഞ്ഞു കിട്ടിയോ? നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? നിർത്തി പോകാം. ഞാൻ ഈ സ്പീഡ് കൂടി പോയാൽ എനിക്കിത് പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും. അപ്പം എനിക്കിത് ചെറിയൊരു വികാരാധീതനായി പോകും ഞാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകണ്ട. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. നിങ്ങളിൽ കൂടെ വെളിപ്പെടുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ, നിങ്ങളിൽ കൂടെ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി. എനിക്കറിയാവുന്ന ഒരു പ്രസംഗകനാണ്, എന്നെ ഒരു മോനെ പോലെ സ്നേഹിക്കുന്ന ആളാണ്. എന്നോട്, സജി, ഞാൻ ഫെയ്ത്ത് ഹോമിൽ ജനിച്ചു വളർന്ന ആളാണ്, ഞാൻ വിശ്വസിക്കുന്നു സജി മരിച്ചവർ ഉയർക്കുമെന്ന്. അറിയപ്പെടുന്ന പ്രഭാഷകനാണ് കേട്ടോ. സാരമില്ല, കുഴപ്പമില്ല, ഇതിപ്പോൾ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. അച്ഛൻ സജി, ഞാനപ്പോൾ സ്ഥലം പറയുന്നില്ല, ഞാൻ ബൈബിൾ സ്കൂൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം മരിച്ചവർ ഉയർപ്പിക്കുമെന്ന് വെച്ചിട്ടാണ്. ഒരു പ്രവചനപരമൊക്കെയായിട്ട് ഞാൻ അവിടെ പോയേ. അവിടെ ചെന്നപ്പം അവിടെ അവിടുത്തെ ആളുകൾ ഇത് മുഴുവൻ പ്രവചനപരത്തിനെതിരെയും ദൈവശക്തിക്കെതിരെയും ഒക്കെ വിമർശിച്ച്, അനുഗ്രഹത്തിനെതിരെയൊക്കെ വിമർശിച്ച് എൻ്റെ ഉള്ളതും കൂടെ പോയി സജി എന്ന് പറയാ. ഇപ്പം ഞാനൊരു കൺവെൻഷൻ പ്രസംഗകനായി, എനിക്ക് ഇഷ്ടപ്രകാരം പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് സ്പിരിച്വൽ റിലത്തിനൊത്ത് ഇതൊന്നും കൂടെ വളരണം കേട്ടോ. നിങ്ങൾ ഇതാരോടും പറയണ്ട, ഞാൻ എന്നോട് പറഞ്ഞത് അറിയാതെ പറഞ്ഞു പോയതാ പേര്. ഇത് കട്ട് ചെയ്യാതെ ഞാൻ പുറത്ത് വിടുകയല്ല, കാരണം ഞാനും അച്ഛനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. എവിടെ ഉണ്ട് സജി, നീ പോയ കോൺഫറൻസ് നടന്ന സ്ഥലമില്ലേ, അവിടെ അടുത്ത കോൺഫറൻസ് നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു എനിക്കും കൂടെ ഒന്ന് പോകണം അവിടെ. ഇവിടത്തെ ഉയർന്ന പ്രസംഗകരുടെ കാര്യം ഞാനീ പറഞ്ഞേ. അപ്പൊ അവര് പോയ പെന്തക്കോസ്തിന്റെ ഈറ്റില്ലം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലകത്തുള്ള ഈ വലിയ സ്വഭാവം പ്രസംഗിക്കുന്ന, വലിയ ഉപദേശം പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ച് അവരുടെ വിശ്വാസത്തെയും അവരുടെ ആത്മശക്തിയെയും വരങ്ങളെയും ഇല്ലായ്മ ചെയ്യുമ്പോൾ, നിങ്ങൾ ക്ലിയറായിട്ട് ക്രൂശിന്റെ വെളിപ്പാടിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളിൽ സ്പിരിച്വൽ റിലം തുറന്നിരിക്കും. ആദ്യം നിങ്ങൾ തുറക്കുന്നത് പുത്രത്വത്തിന്റെ ഹയർ റിലം അല്ല, സൺഷിപ്പിന്റെ ഹയർ സ്റ്റേജ് അല്ല. സൺഷിപ്പിന്റെ ഹയർ സ്റ്റേജിലാണ് നിങ്ങൾ യേശുവിനെ പോലെയാകുന്നത്. നിങ്ങളിൽ യേശുവിനെ പോലെയാകുന്നത് ഒരു ദിവസം കൊണ്ട് തുറക്കില്ല. ഗ്യാരണ്ടി ഞാൻ പറയാം, ഒരു ദിവസം കൊണ്ട് നിങ്ങൾ യേശുവിനെ പോലെ ആകില്ല. പക്ഷെ 1 മിനിറ്റ് കൊണ്ട് നിങ്ങളിൽ അത്ഭുതങ്ങൾ ദൈവാത്മാവ് ചെയ്യാൻ പറ്റും. വീര്യപ്രവർത്തികൾ തുറക്കാൻ പറ്റും. ഒരു ആമേനൊക്കെ പറഞ്ഞു കേട്ടോ കർത്താവിന്. നിങ്ങൾ ഒരു പ്രവചനപരം തുറക്കാൻ, നിങ്ങളിൽ ഒരു സ്വപ്നം തുറക്കാൻ, നിങ്ങളിൽ ഒരു അത്ഭുതം ചെയ്യാൻ, നിങ്ങളിൽ കൂടെ ദൈവത്തിന് ഒരു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് 1 സെക്കൻഡ് മതി. പക്ഷേ നിങ്ങളിൽ ഒരു പുത്രനെ പുറത്തു കൊണ്ടുവരാൻ, നിങ്ങളെ പുത്രനാക്കി മാറ്റാൻ ദൈവത്തിന് സമയമെടുക്കും. നിങ്ങളിൽ ആ ഒരു വളർച്ചയുടെ പ്രോസസ് നടക്കണം. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്ന വാക്യം എന്താ? നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത് എന്തിനാലാണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ? അല്ല, വിശ്വാസത്തിന്റെ പ്രസംഗത്താലാണ്. വിശ്വാസത്തിന്റെ പ്രസംഗത്താൽ. പക്ഷെ ഇവർ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ എവിടെ ചെന്ന് അവസാനിച്ചു? ജഡത്തിൽ പോയി അവസാനിച്ചു. ജഡത്തിലേക്ക് പോയത് തെറ്റാണ്. പക്ഷെ ആത്മാവിൽ നിന്നപ്പോൾ കിട്ടിയ ആത്മവരങ്ങളെ നിങ്ങൾ തള്ളരുത്. ഇത് നിങ്ങളുടെ അകത്ത് പുത്രത്വത്തിൽ വളരാൻ നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ ഇത് നിങ്ങളുടെ അകത്ത് ബേസായി കിടക്കണം. ഏതെങ്കിലും ഒരു അഭിഷക്തൻ തെറ്റിപ്പോകാം, ഏതെങ്കിലും ഒരു വിശ്വാസി തെറ്റിപ്പോകാം. നീ തെറ്റിലേക്ക് നോക്കിക്കൊണ്ട് ഇന്നലകളിൽ അവനിൽ തുറന്ന വരങ്ങളെയോ ഇന്നലകളിൽ അവനിൽ തുറന്ന ശുശ്രൂഷയെയോ നീ വിമർശിക്കരുത്. ആ വ്യക്തി തെറ്റിപ്പോയത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ അകത്തൊരു തിരിവുണ്ടാകട്ടെ. തെറ്റിയതുകൊണ്ട്, ഒരു വ്യക്തി തെറ്റിപ്പോയത് കൊണ്ട് വരങ്ങളെയോ ആത്മതലങ്ങളെയോ ദൈവശക്തിയെയോ വിമർശിച്ച വിമർശനങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് ഒരു പ്രാവശ്യം കൂടെ ക്ഷമ പറഞ്ഞ് ദൈവസന്നിധിയിൽ മുന്നേറാനായിട്ട് നമുക്ക് റെഡിയാകാം. പുത്രത്വത്തിലേക്ക് വരാം. വായിച്ചോ, വാക്യം 6, വാക്യം 7. നമ്മൾ ഈ അധ്യായം നമ്മളൊന്ന് വിശകലനം ചെയ്യാണ് കേട്ടോ ഇന്ന് രാത്രി. അധ്യായം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം 7-ാം വാക്യം ഒന്ന് വായിക്കാമെങ്കിൽ വായിച്ച്. 3-ാം അധ്യായത്തിന്റെ വാക്യം 6, വാക്യം 7 വായിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. എല്ലാവരും ശ്രദ്ധിക്കണേ. അബ്രഹാമിന്റെ മക്കൾ എന്നറിവിൽ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. ശ്രദ്ധിക്കണം, ഇവിടെ അബ്രഹാമിന്റെ ചിൽഡ്രൻസ് കണ്ടോ. വാക്യം 7
വാക്യം മോളെ 2 വാക്യം വായിച്ചേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവിൻ. ഒരു മിനിറ്റ് ഞാൻ ആ വാക്യം എടുത്തോട്ടെ. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. കണ്ടോ, വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാവേ. വിശ്വാസികളാണ് അബ്രഹാമിന്റെ മക്കളാകുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഞാനാണോ ലിൻസി ഹോസ്റ്റ്? അതെ. അപ്പോൾ എൻ്റെ ഈ ഡിവൈസ് ഏതാ കിടക്കുന്നത്? ഓക്കെ, സോറി, ഒറ്റ മിനിറ്റ്. ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ. ഇതിന് എനിക്കൊരു അസിസ്റ്റന്റിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതൊക്കെ പറയുമ്പോൾ അപ്പം ഇട്ട് തരാൻ പറ്റിയ ഒരാളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഇത് കണ്ട KJV കണ്ടോ നിങ്ങൾ? നോ ഈ therefore that they which are of faith the same are the children of Abraham. കണ്ടോ, അബ്രഹാമിൻ്റെ മക്കൾ, അബ്രഹാമിൻ്റെ ഹൂയോസ്. കണ്ടോ, അബ്രഹാമിൻ്റെ ഹൂയോസ്. ആ വാക്ക് കണ്ടോ മോളെ? ഹൂയോസ്, എ സൺ. അപ്പം ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ മക്കളായി മാറുന്നവർ ആരാണ്? അവർ വിശ്വാസികളാണ്. അപ്പോൾ വിശ്വാസത്താൽ നിങ്ങൾക്ക് ആരായി മാറാം? ഹലോ, അബ്രഹാമിന്റെ മക്കളായി മാറാം. അപ്പം നമ്മൾ നേരത്തെ കണ്ടു, ദൈവത്തിൻ്റെ ഹൂയോസിനെ കണ്ടു, അബ്രഹാമിൻ്റെ ഹൂയോസിനെ കണ്ടു. ഇത് എൻ്റെ സൂം എവിടെ പോയി? ഓക്കെ, നിങ്ങളുടെ മുഖം കണ്ടില്ല എനിക്ക് പ്രസംഗം വരില്ല. ഓക്കെ, ഞാനിത് മറ്റു വാക്യം കാണിക്കാൻ വേണ്ടി പോയപ്പോൾ. അപ്പം നോക്കി, ഇവിടെ നിങ്ങൾ നോക്കൂ, ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കണം. യേശുക്രിസ്തു യോഹന്നാൻ്റെ കൈക്കിളിൽ സ്നാനം പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇപ്പോൾ ഇവൻ എൻ്റെ ഹൂയോസായി മാറി. അപ്പൊ യോർദാന്റെ കടവിൽ വെച്ച് യേശുക്രിസ്തുവിനെ പിതാവാം ദൈവം പിതാവിൻ്റെ മകനായി ഹൂയോസായി പ്രഖ്യാപിച്ചു. ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഗലാത്യ ലേഖനം 3:7 ഇവൻ വിശ്വാസികളായ നമ്മളെ അബ്രഹാമിന്റെ ഹൂയോസായി പ്രഖ്യാപിച്ചു. കിട്ടുന്നുണ്ടോ? ഹൂയോസ് ഗ്രീക്ക് ഭാഷയിൽ ഒരു വ്യക്തിയുടെ വളർച്ച പഠിപ്പിക്കാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പല വാക്കുകൾ. 1 ടെക്കനോൺ, 2 നെഫിയോസ്, 3 പൈദോസ്, 4 ഹൂയോസ്, 5 ടെലിയോസ്. അതിൽ പക്വത വന്ന മകനെ അല്ലെങ്കിൽ അപ്പന്റെ സമ്പത്ത് ഉപയോഗിപ്പാൻ, അപ്പന്റെ പേരുപയോഗിപ്പാൻ, അപ്പന്റെ കലവറ ഉപയോഗിപ്പാൻ പ്രാപ്തിയായ മകനെ പറയുന്ന പേരാണ് ഹൂയോസ്. അപ്പോൾ യോഹന്നാന്റെ കൈക്കിൽ സ്നാനപ്പെട്ട യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ ഹൂയോസ്, ഇന്നു മുതൽ ഇവന്റെ പേരുപയോഗിക്കാം, ഇന്നു മുതൽ ഇവൻ എൻ്റെ സ്വത്ത് ഉപയോഗിക്കാം, ഇവന് എൻ്റെ അധികാരം ഉപയോഗിക്കാം. ഹൂയോസ്. നമ്മൾ ആത്മാവിനാലാണ് ദൈവത്തിന്റെ ഹൂയോസ് ആയിട്ട് വളരുന്നത്. എന്നാൽ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ദൈവാത്മ പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്താൽ അബ്രഹാമിന്റെ ഹൂയോസായി മാറി. അതിന്റെ അർത്ഥം എന്താ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഉപയോഗിപ്പാനായി നിങ്ങൾ പ്രാപ്തിയുള്ളവരായി മാറി. ഇനി ഒന്നുകൂടെ വായിക്കും. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-7 വാക്യം തുറക്കോ നോക്കണ്ടേ? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിച്ചോ, ഒന്നുകൂടെ വായിച്ചോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. അതുകൊണ്ട് നിയമം അനുസരിക്കുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ വിശ്വാസികളാണ്. അപ്പൊ അബ്രഹാമിന്റെ പ്രത്യേകത എന്താ? അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അബ്രഹാം വിശ്വാസത്താൽ ജീവിച്ചു. അപ്പൊ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, അതവന് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് അബ്രഹാമിന്റെ മക്കൾ ആരാണ്? വിശ്വാസികളാണ്. അപ്പൊ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, വിശ്വാസത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു.
അപ്പൊ നിങ്ങൾ നീതീകരിക്കപ്പെടുന്നതും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതും നിയമത്താലാണോ, പ്രവൃത്തിയാലാണോ, വിശ്വാസത്താലാണോ? ഇത് നിങ്ങളുടെ അകത്തുനിന്ന് കയറുമെന്ന് ഞാനൊന്ന് നോക്കുക, ഒന്ന് പറഞ്ഞു നോക്കിക്കോ. നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് അബ്രഹാം നീതീകരിക്കപ്പെട്ട പോലെ തന്നെയാണ്. അബ്രഹാം പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ആ വിശ്വാസത്തിന് അവനിൽ നിന്ന് പ്രവൃത്തി വന്നു. പക്ഷെ പ്രവൃത്തി നീതീകരിക്കപ്പെടാനല്ല, വിശ്വസിക്കുന്നവന്റെ പ്രവൃത്തിയാണ്. ഇത് രണ്ടും രണ്ടാണ്. പ്രവർത്തിച്ച് ഞാൻ നീതീകരിക്കപ്പെടുന്നതും വിശ്വാസിയായതിനാൽ നീതീകരിക്കപ്പെട്ടവനാകയാൽ ഞാൻ പ്രവർത്തിക്കുന്നത് രണ്ടും രണ്ടാണ്. ഇപ്പോഴും നമ്മുടെ ആൾക്കാർ ഈ തലത്തിൽ പണിയപ്പെട്ടിട്ടില്ല. നിങ്ങൾ വിശ്വാസത്താൽ ഇപ്പോൾ നീതീകരിക്കപ്പെട്ടവരാണ്. യേശുവിന്റെ രക്തത്തിന് അത്ര ശക്തിയുണ്ട്. അവ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുത്തു, ആ രക്തത്താൽ നിങ്ങളെ നീതീകരിച്ചു, ആ രക്തത്താൽ നിങ്ങളുടെ പ്രായശ്ചിത്തം നടന്നു കഴിഞ്ഞു, ആ രക്തത്താൽ അവൻ നിങ്ങളെ നിരപ്പിച്ചു കഴിഞ്ഞു. ബൈബിളിലെ ആഴമായ മണിക്കൂറുകൾ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് ഞാൻ ഒറ്റവാക്കി പറഞ്ഞു വിടുന്നത്. അപ്പൊ നിങ്ങൾ നീതീകരിക്കപ്പെട്ടത്, നീതിയായത് അവന്റെ രക്തത്താലാണ്. ഇത് നിങ്ങളുടെ അകത്ത് വന്നാൽ തന്നെ, വെളിപ്പാടായി കിട്ടിയാൽ തന്നെ, നീതീകരിക്കപ്പെട്ടവന്റെ മേലുള്ള ബ്ലെസ്സിങ്ങുകൾ നിന്റെ മേൽ വിശ്വാസം തുറക്കും. നമ്മുടെ മേൽ ഇപ്പോഴും നമ്മൾ റൈറ്റ് ആണെന്നുള്ള ബോധമില്ല. ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ഞാനിപ്പോൾ എൻ്റെ പ്രവൃത്തിയാലല്ല, എൻ്റെ ഫെയ്ത്തിനാൽ ഞാൻ നീതീകരിക്കപ്പെട്ടവളാണ്, എൻ്റെ നീതീകരണത്തെ മറ്റൊന്നിനും എടുക്കാൻ പറ്റില്ല എന്ന് വെളിപ്പാടുള്ളവരുണ്ടോ? വെളിപ്പാടായോ? അത് വെളിപ്പാടായോ? വെളിപ്പാടായോ? അങ്ങനെ ഞാൻ നീതീകരിക്കപ്പെട്ടവളാണെന്നുള്ള വെളിപ്പാട് ഒന്നൊരു ആമേനൊന്ന് കരമിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. പൊന്തുന്നില്ല, കൈ പൊന്തുന്നില്ല. കാരണം എന്താ? നമ്മുടെ അകത്ത് എന്ത് വരുന്നില്ല? ഇത് ഈ നമ്മൾ നേരെ തിരിച്ചായി കേൾക്കുന്ന പ്രസംഗം മുഴുവൻ. അതുകൊണ്ട് നമ്മുടെ അകത്ത് എന്ത് വരുന്നില്ല? അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും. ഗലാത്യ ലേഖനത്തിനകത്ത്, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, അബ്രഹാം പ്രവർത്തിച്ചു, പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെട്ടത്. അല്ല, നിങ്ങളുടെ അകത്ത് കോൺട്രവൈസ് വരരുത്. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താൽ തന്നെയാണ്. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി അവനിൽ നിന്ന് വെളിപ്പെടുമോ എന്ന് ദൈവം ടെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി താഴേക്ക് വായിച്ചു. അപ്പൊ അബ്രഹാമിന്റെ മക്കൾ, അപ്പൊ വിശ്വാസികൾ ആരുടെ മക്കളാകുന്നു? വിശ്വാസികൾ അബ്രഹാമിന്റെ ഹൂയോസായി മാറുന്നു. വിശ്വാസികൾ അബ്രഹാമിന്റെ ഹൂയോസായി മാറിയാൽ അബ്രഹാമിന് ദൈവം നൽകിയ ബ്ലെസ്സിങ്ങുകൾ മുഴുവൻ നിങ്ങൾക്ക് അനുഭവിക്കാം. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ ഹൂയോസ് ആകുന്നു, നിങ്ങൾ അബ്രഹാമിന്റെ ഹൂയോസ് ആകുന്നു. ഹലോ, നിങ്ങൾ ദൈവത്തിന്റെ ഹൂയോസ് ആകുന്നു, നിങ്ങൾ അബ്രഹാമിന്റെ ഹൂയോസ് ആകുന്നു. ഓക്കെ, താഴേക്ക് വായിച്ചു. 8-ാം വാക്യം 8-9. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട്. നിക്ക്. എന്നാൽ ദൈവം എങ്ങനെ നീതീകരിക്കുന്നു? വിശ്വാസം മൂലം. എന്തിനാൽ? അപ്പൊ നമ്മുടെ നീതീകരണം എന്തിനാലാണ്? വിശ്വാസം. നിങ്ങളുടെ നീതീകരണം വിശ്വാസത്താലാണെന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ, പാപത്താൽ, ആദാമ്യ പാപത്താൽ, ഞാൻ പറഞ്ഞു 5 സോഴ്സുകൾ പറഞ്ഞു പാപത്തിനും ശാപത്തിനും. ആദാമ്യ പാപത്താൽ, ന്യായപ്രമാണ ലംഘനത്താൽ, കിങ്ഷിപ്പ് കവനന്റ് തെറ്റിച്ചതിനാൽ, ജാതികളായിരുന്നു നമ്മുടെ ആത്മാവിൽ വന്ന നമ്മുടെ മനസ്സാക്ഷിക്കകത്ത് വന്ന ന്യായപ്രമാണം തെറ്റിച്ചതിനാൽ, സഭയ്ക്കകത്ത് വന്ന നമ്മൾ ക്രിസ്തുവിനോട് ഉള്ള സ്നേഹത്തിൽ നിന്നും നോക്കിയ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് നീതീകരിക്കപ്പെടാൻ നോക്കിയതിനാൽ നമ്മിൽ വന്ന ഏത് ശാപമാണെങ്കിലും ആ ശാപത്തെ മുഴുവൻ പൊട്ടിച്ച് ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു. അപ്പൊ നിങ്ങൾ നീതീകരിക്കപ്പെട്ടാൽ നിങ്ങൾ ശാപത്തിലേക്ക് പോകാൻ കാരണം, ദൈവിക റിസോഴ്സസുകൾ നിങ്ങളിൽ നിന്ന് ചോർന്നു പോകാൻ കാരണം പാപമല്ലേ? ആണോ? നിങ്ങൾ ശാപമായത് വേറെ, ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച ഈ ഉണ്ടാക്കിയ ദൈവം വെച്ച ഫലങ്ങളുണ്ടല്ലോ, സകല വൃക്ഷങ്ങളും ഏദൻ തോട്ടത്തിലായിരുന്നല്ലോ. ദൈവം മനുഷ്യന് എല്ലാവിധ വിഭവങ്ങളും ഏദൻ തോട്ടത്തിൽ വെച്ചിരുന്നല്ലോ. അപ്പൊ ശാപം വന്നത് ഹവ്വാമച്ചിക്കാണ്, ശാപം വന്നത് പാമ്പിനാണ്, ശാപം വന്നത് ഭൂമിയുടെ മേലാണ്. ആ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കിയില്ലേ?
അപ്പൊ ശാപത്തിനപ്പുറം ഇവർക്ക് ദൈവിക റിസോഴ്സസ് നഷ്ടപ്പെട്ടില്ലേ? ശാപം വേറെ, ദൈവത്തിന്റെ റിസോഴ്സസ് നഷ്ടപ്പെട്ടത് വേറെ. അപ്പം ദൈവത്തിന്റെ നീതിയിൽ നിന്ന് അവർ പോയപ്പോ അവർക്ക് ദൈവത്തിന്റെ റിസോഴ്സസ്, വിഭവങ്ങൾ അനുദിനവും അവർക്ക് ദൈവം തുറന്നു വെച്ചിരുന്ന വിഭവങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ബാക്ക് ടു ഏതൻ, നീതീകരിക്കപ്പെട്ടാൽ, നീതിബോധത്തിലേക്ക് വന്നാൽ ദൈവം വെച്ച വിഭവങ്ങൾ തുറന്നു വരികയല്ലേ? അപ്പൊ ദൈവം വെച്ച വിഭവങ്ങൾ വേറെ, ബ്ലെസ്സിങ് വേറെ. എന്റെ കർത്താവേ, അതുകൊണ്ടല്ലേ മത്തായി സുവിശേഷം കർത്താവ് പറഞ്ഞില്ലേ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ വിഭവങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അതോടുകൂടെ തിന്നാനുള്ളതും കുടിക്കാനുള്ളതും ഉടുക്കാനുള്ളതും കിട്ടുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ യാതൊന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും വിചാരപ്പെടേണ്ട. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതാണോ അബ്രഹാമിന്റെ അനുഗ്രഹം? അല്ല, നീതിയിലേക്ക് വന്നപ്പോൾ വിഭവങ്ങൾ തുറന്നു. നീതിയിലേക്ക് വന്നപ്പോൾ വിഭവങ്ങൾ തുറന്നു. നിങ്ങളുടെ മൈൻഡ് ഇന്ന് രാവിലെ നീതിബോധത്തിലേക്ക് വരണം. നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണെന്നുള്ള വെളിപ്പാടിൽ നിന്ന് കുറച്ചിരുന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കാവോ? ഞാൻ ഗ്യാരണ്ടിയോടെ പറയാം, വിഭവം തുറന്നു വരുന്നു. പക്ഷെ നമ്മുടെ മനസ്സിലത് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും മറ്റേ പ്രശ്നം വരും, മറിച്ചേ പ്രശ്നം വരും, ആ പ്രശ്നം വരും, ഈ പ്രശ്നം വരും. ആകെ കൂടെ തല ഇങ്ങനെ കിടന്ന് പുകയുക. ഈ നമ്മുടെ ഇന്നലെ ബോംബ് പൊട്ടിയപ്പോൾ, ഇന്നലെ ഫ്ലൈറ്റ് തകർന്നപ്പോൾ ആ പുക ഇങ്ങനെ ആകാശത്തോളം പൊന്തുന്ന കണ്ടു. ഇന്ന് രാവിലെ നമ്മുടെ ഇറാനിൽ ബോംബിട്ടപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ പട്ടണങ്ങൾ കിടന്ന് പുകയുക. അതിനേക്കാൾ വലിയ പുകയ ഓരോരുത്തരുടെ തലയിൽ കൂടെ പോണേ. അതിനേക്കാൾ വലിയ പുകയ. ഇത് കാണുന്നില്ലെന്ന് മാത്രം, തല കുലുക്കി കഴിഞ്ഞ് അങ്ങനെ പൊന്തി പോകുന്ന കാണാം. ഇത് വല്ലതും ആലോചിച്ചിട്ട് വല്ല പരിഹാരം നടക്കുന്നുണ്ട്, ഒന്നും ഉണ്ടാകുന്നുമില്ല. ഇത് മൊത്തം തലകെട്ടി ആ കാര്യം എന്താ, ഈ കാര്യം എന്താ, അപ്പുറത്തെ കാര്യം, ഇപ്പുറത്തെ കാര്യം എന്താ. ഇനിയിപ്പോൾ ചിലരിപ്പോൾ ഇരുന്ന് ചിന്തിക്കും, ഇതിങ്ങനെ നിർത്തുക 9:30 മണിയാകുമ്പം ഈ പോക്ക് കണ്ട. ഇങ്ങനെ വഴിക്കൂടെ കാര്യങ്ങൾ മൊത്തം തലയെ കെട്ടി വെച്ച് ഈ ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും ഒരു സ്റ്റെപ്പ് ഇതുവരെ പൊന്തിട്ടുമില്ല. എന്നാലെങ്കിലും ഇത് നിർത്തുവോ? നിങ്ങൾ ചിന്തിക്കുന്നതിനാലും വിചാരപ്പെടുന്നതിനാലും ഒരു മുഴം നിങ്ങൾക്ക് കൂട്ടാനും പറ്റിയല്ല, കുറയ്ക്കാനും പറ്റിയല്ല. ആ നേരം നിങ്ങൾ സ്വർഗീയമായത് ചിന്തിച്ചേ, ഉയരത്തിലുള്ളത് ചിന്തിച്ചേ, നിങ്ങൾ നീതിയെ കുറിച്ച് ചിന്തിച്ചേ. നിങ്ങൾ ആ രാജ്യം നമ്മൾ തൊടാൻ പോവാണ്. അപ്പൊ നീതി നിങ്ങളെ പുത്രനാക്കും, രാജ്യം നിങ്ങളെ രാജാവാക്കും. കേൾക്കുന്നുണ്ടോ? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. 2 കാര്യം വന്നിരിക്കുന്നത്. 1 പുത്രത്വം, 2 രാജ്യത്വം. രാജ്യം നിന്നെ കിങ്ഷിപ്പിലേക്ക് കൊണ്ടുപോകും, നീതി നിന്നെ സൺഷിപ്പിലേക്ക് കൊണ്ടുപോകും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതുകൊണ്ടാണ് പറഞ്ഞത്, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രൻ നിന്നെ പുത്രനാക്കി മാറ്റും, ദാവീദിന്റെ പുത്രൻ നിന്നെ രാജാവാക്കി മാറ്റും. നിന്റെ മേൽ രാജ്യത്വം, കിങ്ഷിപ്പ് ഓപ്പണായി വരും. കൃപ 1-2 പേര് കൈയടിച്ച് ആമീൻ പറഞ്ഞു കണ്ട് അവർക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഓക്കെ, അപ്പൊ 8-9 വാക്യം എന്താ വായിച്ചത്? 8-9 വാക്യം എന്താ വായിച്ചത്? 8-9 വാക്യം. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ജാതികൾക്ക് അനുഗ്രഹം വരുമോ? അപ്പം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹത്തിനകത്തുള്ള സകല ജാതികൾക്കുമുള്ള അനുഗ്രഹം, അബ്രഹാമിൽ വെളിപ്പെട്ട അനുഗ്രഹം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ക്രിസ്തുവിനോടുള്ള അബ്രഹാമിനോടുള്ള ഉടമ്പടിയുടെ സന്തതിയായ ക്രിസ്തുവിൽ കൂടെ എന്റെ അനുഗ്രഹമാണ്. അപ്പൊ അബ്രഹാമിന്റെ ഫെയ്ത്ത് ഉണ്ടോ? അബ്രഹാം നീതീകരിക്കപ്പെട്ട പോലെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അത് ഇരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റിയല്ല. അവ ഞാൻ പറഞ്ഞേ, ഞാൻ ഒരു ക്ലാസ് എടുക്കണം. എനിക്ക് ഈ ബൈബിൾ നിങ്ങൾ പഠിക്കുമ്പോൾ എനിക്കിത് ഈ ഓർഡറിൽ പറഞ്ഞു വരാനായിട്ടൊരു കൃപ കിട്ടാനും കൂടെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു സെക്കൻഡൊക്കെ ഒരു ദിവസം വെറുതെ രാവിലെ പ്രാർത്ഥിക്കുമ്പോഴും വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോഴും, കർത്താവേ അങ്ങേർക്കൊരു വെളിവ് കൊടുക്കണേ, അങ്ങേർക്കൊരു ജ്ഞാനം കൊടുക്കണേ, അങ്ങേർക്ക് ഇതൊരു ഓർഡറിൽ പറയാൻ, ഇത് വലിയ ബഹളം ഉണ്ടാക്കാതെ പറയാൻ ഞങ്ങൾക്ക് ബോധ്യമാകുന്നതുകൊണ്ട് എങ്ങനെയും ഒരു വാക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ 50 പേര് 1 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ 1 മണിക്കൂർ പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നു. ഹലോ, നിങ്ങൾക്കറിയില്ല അതിൻ്റെ വില എന്താണെന്ന്. ദൈവാത്മാവ് വാതിലുകൾ തുറക്കുന്നത്, വചനത്തിൻ്റെ ഡോറുകൾ തുറക്കുന്നത് ഒരു കൂട്ടം പ്രാർത്ഥനാ പോരാളികൾ പുറകിലുള്ളപ്പോഴാണ്.
ഒരു ശരീരമായിട്ട് നമ്മളെ കർത്താവ് ഒരുമിച്ച് പണിയും കേട്ടോ. ഒറ്റയ്ക്കല്ല ശുശ്രൂഷ. ഞാനിത് പഠിപ്പിക്കും. നിങ്ങൾ ഈ പഠനത്തിൽ ഈ വെളിപ്പാട് നിങ്ങൾ വളർന്നാൽ നിങ്ങളിൽ കൂടി ആയിരിക്കും ഇതിൻ്റെ ശക്തി തുറക്കുക. ഞാനിതിവിടെ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഈ വെയിൽസിൽ ഉണർവ് വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നു ഉണർവുണ്ടാകുമെന്ന്. പാസ്റ്റർ പ്രസംഗിച്ച് ഉണർവുണ്ടാകുമെന്ന് പ്രസംഗിച്ചു. ഉണർവ് പിള്ളേർ കൊണ്ടുപോയി. പാസ്റ്റർ ഉണർവുണ്ടാകുമെന്ന് പ്രസംഗിച്ചു. പിള്ളേരുടെ ആരാധനയിലും പ്രാർത്ഥനയിലും ഉണർവ് തുറന്നു. ഉണർവിൽ ദൈവം ഉപയോഗിച്ചത് ഇവാൻ റോബർട്ടിനെയും ഒരു കൂട്ടം പിള്ളേരെ ഉപയോഗിച്ചത്. പാസ്റ്റർ ഉണർവുണ്ടാകുമെന്ന് പ്രസംഗിച്ചാണ് ഇവർ ഉണർവ് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉണർവുണ്ടായപ്പോൾ പാസ്റ്റർക്ക് പേടിയായി. പാസ്റ്റർ എത്ര മാസം? 3 മാസം കഴിഞ്ഞപ്പോൾ, 1.5 മാസം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എത്ര മാസം കഴിഞ്ഞപ്പോൾ എൽനി സിസ്റ്ററെ 3 മാസം കഴിഞ്ഞപ്പോഴാണോ പാസ്റ്റർക്ക് ടെൻഷൻ വന്ന് ഓടിപ്പോയത്? എത്ര മാസം കഴിഞ്ഞപ്പോഴാ? 18 months. അത് ഇവാൻ റോബർട്ടിന്റെ കാര്യം. അപ്പൊ എന്നെക്കാൾ ഓർമ്മ കുറവല്ലേ? കർത്താവേ കൃപ. ഞാൻ വെച്ച എഞ്ചിനീയറുടെ അകത്ത് ഇച്ചിരി വിളിച്ചുണ്ടാവും. ഇവാൻ റോബർട്ട് 18 മാസം കഴിഞ്ഞപ്പോൾ പോയി. പാസ്റ്റർ 3 മാസം കഴിഞ്ഞപ്പോഴാണോ 1.5 മാസം കഴിഞ്ഞപ്പോഴാണോ? ലിൻസി ഓർമ്മയുണ്ടോ? ഇവര് 3 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ തമ്മി ഭേദം തൊമ്മനാണ്. ഓക്കെ, സ്തോത്രം. കർത്താവ് ഇതൊന്നും പുറത്തു വിടാൻ പറ്റില്ല. പോട്ടെ, തിരിച്ചു വരാം ഞാൻ. അപ്പം നോക്കി, നിങ്ങൾ ഇത് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഒരുമിച്ചാണ് ഈ വെളിപ്പാടിൽ വളരുന്നത്, ഒരാളല്ല കേട്ടോ. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഗ്ലോറിയസ് സഭകൾ, ഗ്ലോറിയസ് മിനിസ്ട്രി, ഗ്ലോറിയസ് സഭകൾ, ന്യൂ കവനന്റിന്റെ മിനിസ്ട്രി ലോകവ്യാപകമായി തുറക്കുക എന്നുള്ളത്, ഓരോ പട്ടണങ്ങളും ഇത് തുറക്കുക എന്നുള്ളത്, ഓരോ പട്ടണങ്ങളും അതിന് വേണ്ടവരെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാണ്. അപ്പൊ ജാതികൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ജാതികൾ വിശ്വാസത്താൽ അപ്പൊ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടിട്ടാണ് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചേ. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം എന്നെ കണ്ടിട്ടാണ്. ഇനി ഞാൻ സന്തതിയാകുമെന്ന് കണ്ടാൽ എന്നോടാണ് ആ വാക്തത്വം. നീ എവിടെ പോയാലും നീ സന്തതികൾ എഴുന്നേൽപ്പിക്കും. നിങ്ങൾക്കത് തിരിച്ചു പറയാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹമല്ലേ? ആ സന്തതി ക്രിസ്തുവല്ലേ? ആ സന്തതി ക്രിസ്തുവായ ക്രിസ്തുവിനോട് ഞാൻ ചേർന്നവനാൽ ഗലാത്യലേഖനം 3:29 പ്രകാരം ഞാൻ ആ സന്തതിയല്ലേ? അപ്പൊ നിങ്ങൾ മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടൂ. അങ്ങനെ ഒരു ഡെസ്റ്റിനി ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? നമ്മളെയും നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളും നമ്മുടെ സഭയും. അതിനപ്പുറത്ത് ചിലരകത്തൊക്കെ ഓരോ രക്തങ്ങളുണ്ടല്ലോ. ചിലരകത്ത് IPCയുടെ രക്തം, ചിലരകത്ത് AGയുടെ രക്തം, ചിലരകത്ത് പിന്നെന്തോ കുറേ രക്തങ്ങളുണ്ട്. ചിലരകത്ത് എന്താ പറയുക ചർച്ച് ഓഫ് ഗോഡിൻ്റെ രക്തം, ചിലരകത്ത് പിന്നെ ന്യൂ ജനറേഷനകത്ത് ഷാരോൻ, ഇങ്ങനെ ട്രഡീഷണൽ ചർച്ചുകളാണ് ഞാൻ പറഞ്ഞത്. ന്യൂ ജനറേഷനിലേക്ക് പോയ ഹെവൻലി ഫിഷിൻ്റെ രക്തം, ഇങ്ങനെ പല ടൈപ്പ് രക്തങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ ആ സഭേനെ എങ്ങാനും നമ്മളൊന്ന് പറഞ്ഞാണ്ടല്ലോ. സഭേനെ ഞാനൊന്നും പറയാൻ പോകാറില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ അകത്ത് ഒഴുകുന്നത് കർത്താവിൻ്റെ രക്തത്തിൻ്റെ മറുവിലകളായ സഭയാണെന്നുള്ള വെളിപ്പാടല്ല. നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള വെളിപ്പാടല്ല. ഇതെല്ലാം പൊളിയണം കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും സഭയിൽ അംഗമായിരിക്കണം, അംഗമാകണം. നിങ്ങൾ ലോക്കൽ ചർച്ചിലെ അംഗമാകട്ടെ. പക്ഷേ അതിനപ്പുറമാണ് നമ്മൾ കർത്താവിൻ്റെ മാർമിക ശരീരമാണ്. ഒരാമീനബിന് പറഞ്ഞ് ആ ശരീരത്തിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മുടെ മേൽ വെളിപ്പെടാനുള്ളത് അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ്. നിങ്ങളുടെ വളർച്ച റൈറ്റ് റൂട്ടിലാണെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ പട്ടണത്തിൽ ജനതകളെ അനുഗ്രഹത്തിലേക്ക് നടത്താൻ പോകുന്നവർ. നമ്മുടെ ഡെസ്റ്റിനിയെ നമ്മൾ ഏതൊക്കെയോ വിവരക്കേടിനകത്തും പരിജ്ഞാനക്കേടിനകത്തും കൊണ്ടുപോയി അടച്ചു വച്ചു. നിങ്ങൾ അടുക്കള വിട്ടിറങ്ങാത്ത വ്യക്തിയാണെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയും, നിങ്ങളിൽ കൂടെ ലോകരാജ്യങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. ഒരാമീൻ അതിന് പറവും. വിശ്വാസം ഇല്ലെങ്കിലും ആ കരമുയർത്തി രാമ്യം പറ. വിശ്വാസം ഇല്ലെങ്കിലും വചനത്തിന് മാറ്റമില്ല. നിങ്ങളുടെ പ്രായം ദൈവത്തിന് വിഷയമല്ല, നിങ്ങളുടെ പഠനം ദൈവത്തിന് വിഷയമല്ല, നിങ്ങളുടെ കൾച്ചർ ദൈവത്തിന് വിഷയമല്ല, നിങ്ങളുടെ നിറം ദൈവത്തിന് വിഷയമല്ല. ഒറ്റ വാക്ക്, അബ്രഹാമിന്റെ കവനന്റിനാൽ, അബ്രഹാമിന്റെ ഉടമ്പടിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ആ ഉടമ്പടിയുടെ പാട്ടാണ് നമ്മൾ ഉറപ്പ് നിങ്ങളകത്തുണ്ടെങ്കിൽ, നിങ്ങൾ ഭൂമിയിലെ സകല ജാതികൾക്കും നിങ്ങൾ അനുഗ്രഹമായി മാറും. ചിലപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥനയായിരിക്കും, നിങ്ങൾ അറിയാതെ പറയുന്ന ഒരു അന്യഭാഷയായിരിക്കും. കേൾക്കുന്നുണ്ടോ? നിങ്ങളൊരു ബ്ലെസ്സിംഗ് ആയി മാറും. ചിലപ്പോൾ നിങ്ങളൊരു വ്യക്തിയോട് പറയുന്ന സുവിശേഷം
ഞാൻ കേട്ടിട്ടുണ്ട് ഈ യോങ്കിച്ചു എന്ന് പറയുന്ന ദൈവദാസൻ ആദ്യം ഇങ്ങനെ ക്ഷയരോഗം വന്ന് ചുമച്ച് രക്തം ഛർദ്ദിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് ഒരു ചെറിയ പെൺകുട്ടിയാണ് തന്റെ ഭവനത്തിലേക്ക് ചെന്നതും തന്നോട് സുവിശേഷം പറഞ്ഞതും തന്നോട് അടുത്തിടപെട്ടതും ദൈവാത്മ തന്നെ സൗഖ്യമാക്കി. പിന്നത്തെ സഭ 8-10 ലക്ഷം വിശ്വാസികളുടെ സഭയായി മാറി. യോങ്കിച്ചു എന്ന് പറയുന്ന ആ അനുഗ്രഹീത ദൈവദാസനെ ലോകമറിയും. ആ പെൺകുട്ടിയെ ലോകമറിഞ്ഞില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു യോങ്കിച്ചോയേക്കാൾ ദൈവത്തിന്റെ മുമ്പാകെ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് അല്ല പ്രതിഫലം വാങ്ങാൻ പോകുന്നത് ആ പെൺകുട്ടിയാണ്. അവൾ മുഖാന്തരമല്ലേ ആ 10 ലക്ഷം പേർ യേശുവിലേക്ക് വന്നത്? ആണോ? ആണെങ്കിൽ രാമ്യം പറ. നിങ്ങൾ പറയുന്ന ഒരു വാക്ക് സുവിശേഷത്താൽ നിങ്ങളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പങ്കിടുന്ന ഒരു വാക്ക് ചിലപ്പോൾ നാളെ രാജ്യങ്ങളെ സ്വാധീനിക്കുന്ന സ്വാധീനതകളായി മാറ്റപ്പെടും. നമ്മൾ യൂട്യൂബിലൂടെ ഈ ലൈവൊക്കെ പോകുന്നുണ്ടല്ലോ. അവനകത്ത് ആരെങ്കിലുമൊക്കെ ഒരാളെ ദൈവം തൊടും. ഒരാളെ ദൈവം തൊടും. ഈ ശുശ്രൂഷകളിൽ നോക്കി എനിക്ക് എൻ്റെ സന്തോഷം അതാ. മുസ്ലിം എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പാസ്റ്റർ, ഞാൻ പാസ്റ്റർ പ്രസംഗം കേൾക്കുന്നുണ്ട്. പാസ്റ്റർ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഇവിടെ ഒരു എപ്പിസോഡ് ഒരു മുസ്ലിം സ്പോൺസർ ചെയ്തു. അന്ന് TV പ്രോഗ്രാം നടക്കുന്ന സമയത്താണ് ഒരു മുസ്ലിം സഹോദരി എപ്പിസോഡ് സ്പോൺസർ ചെയ്യണം തനിക്ക്. അതിന് താൻ ചെയ്ത അടവെന്താണെന്നറിയോ? തന്റെ വീട്ടിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല, എന്നെ വിളിക്കാൻ പറ്റില്ല, എന്നിട്ട് എന്നെ കാണാൻ പറ്റില്ല. തമ്മിൽ പാസ്റ്റർ വരരുത്, ഞാനൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാനൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകാം, എന്തോ വേദനയാന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർക്ക് ഞാൻ സ്ലിപ്പ് എടുത്ത് അവിടെ ഇരിക്കുമ്പോൾ, പാസ്റ്റർ ആരെങ്കിലും ഒരു ചെറുക്കനെ വിടാൻ പറ്റുമോ? അവന്റെ കയ്യിൽ ഞാൻ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു മുസ്ലിം സഹോദരി TV-യിൽ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. അവർക്ക് രോഗമില്ല, രോഗം ഉണ്ടെന്ന് പറഞ്ഞ് പടിഞ്ഞാറക്കോട്ടയിലെ ഒരു ക്ലിനിക്കിനകത്ത് വന്ന് ഒരു നോബിൾ വശം, നമ്മുടെ കുറയിലുള്ള നോബിൾ വശം ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തു ഒരു മുസ്ലിം. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാത്തൊരു സാക്ഷിയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തോമസ് കുട്ടിപ്പത്തനോട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഞാനത് പറഞ്ഞു. ഒരിക്കലൊരു ഏറ്റുമാനൂരിൽ നിന്നൊരു സഹോദരൻ എന്നെ വിളിച്ചു. ആള് ഈ കാളിയോട് എല്ലാ ദിവസവും രാത്രി സംസാരിക്കുന്ന ആളാ. അപ്പൊ ആള് TV പ്രസംഗം കേട്ടിട്ട് വിളിച്ചതാ. നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് നമ്മുടെ TV പ്രോഗ്രാം നമ്മൾ നിർത്തലാക്കുന്നത്. അപ്പം അതുവരെ TV പ്രോഗ്രാം ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് വരെ TV പ്രോഗ്രാം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛന്മാര്, കന്യാസ്ത്രീമാര് എത്ര പേരെ അറിയൂ വചനങ്ങൾ തൊടുന്നത്. ഓക്കെ, നമ്മൾ പുത്രത്തിലേക്ക് വരിക. പക്ഷെ ഈ സാക്ഷി നിങ്ങൾക്ക് കേൾക്കാൻ നല്ലതാണ്. നിങ്ങളുടെ അകത്ത് ഈ സന്തോഷമുള്ളവർക്ക് സന്തോഷം കൂടി ഉണ്ടാവും. എല്ലാത്തവർക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമം വരും. ഓക്കെ, അപ്പം ഈ ബ്രദർ എന്നെ വിളിച്ചു. പാസ്റ്റർ, ഞാൻ പാസ്റ്ററുടെ പ്രസംഗം TV-യിൽ കേട്ടിരുന്നു, വളരെ നന്നായിരുന്നു പാസ്റ്റർ പറയുന്ന അന്ന് ഞാൻ ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹം പ്രസംഗിക്കും കേട്ടോ. അബ്രഹാമിൻ്റെ അനുഗ്രഹം, ക്രിസ്തുവിൽ കൂടി രക്ഷ. അന്ന് ആളെന്നെ വിളിച്ച് പറഞ്ഞത് ക്രിസ്തുവിൽ കൂടി രക്ഷ പറഞ്ഞത്. പാസ്റ്റർ, ക്രിസ്തുവിൽ കൂടിയാണ് രക്ഷ എന്ന് പറയുന്ന കാര്യം ഞാൻ ഇന്ന് പാസ്റ്റർ സന്ദേശത്തിൽ കൂടെ കേട്ടു. പാസ്റ്റർ, പക്ഷേ കർത്താവിനോട് സംസാരിച്ചിട്ടില്ലേ പാസ്റ്റർ? എന്നോട് എല്ലാ ദിവസവും രാത്രി കാളി സംസാരിക്കും. കേൾക്കുന്നുണ്ട് നിങ്ങൾ? കാളി ശക്തി എല്ലാ ദിവസവും തൻ്റെ മുറിയിൽ മാനിഫെസ്റ്റ് ചെയ്തു വന്ന് തന്നോട് സംസാരിക്കും. പാസ്റ്റർ പറയുന്നു യേശുവാണ് ദൈവമെന്ന്. എൻ്റെ മുറിയിൽ എല്ലാ ദിവസവും കാളി ഇറങ്ങി വരും. പാസ്റ്റർ പ്രസംഗം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്നോട് സംസാരിക്കുന്ന കാളിയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആരെയോ മൊബൈൽ കിടന്ന് അടിക്കുന്നു. ഓക്കെ സാരമില്ല. ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പൊ ആരാണ് ദൈവം? കാളിയ. എന്നോട് സംസാരിക്കുന്ന കാളിയാണോ ദൈവം? പാസ്റ്റർ പ്രസംഗിക്കുന്ന യേശുവാണോ ദൈവം? ആരാണ് മോക്ഷം തരിക? ആരാണ് രക്ഷ തരിക? ഞാൻ പെട്ടു. ഞാൻ എന്ത് പറയാ ആളോട്? ആൾക്ക് വചനം പറഞ്ഞ വിശ്വാസം വരില്ല. കാരണം ആളുടെ അനുഭവത്തിൽ ദിവസവും കാളി ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എൻ്റെ അകത്തൊരു ഓർമ്മ വന്നു, ഈ പിശാച് ബോഷ്ക്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാണെങ്കിലും നമ്മളൊരു കാര്യം ആധികാരികമായി പറഞ്ഞാൽ പിശാചിനാണെങ്കിലും സത്യം പറയേണ്ടി വരും. പിശാച് സത്യം പറയും കേട്ടോ. പിശാച് സത്യം പറയും. ഇവർ എന്താ പറയുക, പൗലോസിനെ എനിക്കറിയാമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ചില സമയത്ത് പിശാച് സത്യം പറയും. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ബ്രദർ ഇന്ന് രാത്രി കാളി വഴുമ്പോൾ ചോദിക്കണം, ഹലോ കാളി, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ നിനക്ക് തരാൻ പറ്റൂ? എനിക്ക് ആത്മാവിൻ്റെ മോക്ഷം വേണം. ആത്മാവിൻ്റെ മോക്ഷം തരാൻ പറ്റിയ ആരാ ഉള്ളതെന്നൊന്ന് ചോദിക്കാവോ? ആള് ചോദിച്ചപ്പം കാളി പറഞ്ഞു, മോക്ഷം തരാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല, നിനക്ക് രക്ഷ തരാൻ പറ്റുന്ന ഏകയാള് യേശു മാത്രമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ആള് മുടങ്ങാതെ എൻ്റെ പ്രസംഗം കേൾക്കുമായിരുന്നു. കൃപ. അപ്പൊ കാളിയും വ്യക്തികളെ യേശുവിലേക്ക് തിരിക്കുമോ? അപ്പൊ അവിടെയാണ് നമ്മൾ
എന്നോട് ഒരാൾ ചോദിക്കും, പാസ്റ്റർ എങ്ങനെയാണ് ഈ കൗൺസിൽ ചെയ്യുന്നത്, എന്നെ ഒന്ന് കൗൺസിലിംഗ് പഠിപ്പിച്ചു തരുമോന്ന്. ഞാൻ പറയും, ഞാനിത് പഠിച്ചിട്ടില്ല. ഇത് അതാത് സമയത്ത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് സംസാരിക്കുമ്പോൾ ദൈവം തുറന്നു വരുന്ന ഇതൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ സംസാരിക്കുമ്പം ആ വ്യക്തിയോട് പറയാനായിട്ട് ദൈവാത്മാവ് എന്തെങ്കിലും തരും. അതങ്ങ് പറയും, അത് കൃപയാൽ അങ്ങനെ സംഭവിക്കും. ഓക്കെ, ഞാൻ തിരിച്ചു വരിക. ഞാൻ എന്തിനാ അങ്ങോട്ട് പോയി? നിങ്ങൾ ഭൂമിയിൽ, അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു അനുഗ്രഹമാണ്. അവർ ആമേൻ പറയൂ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമല്ല, ആ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്ത് വന്ന കരമൊക്കെ ഒന്ന് പൊക്കി പറ, ഞാൻ ഈ ഭൂമിക്ക് അനുഗ്രഹമാണ്, ഞാൻ ഈ ദേശത്തിന് അനുഗ്രഹമാണ്, കേരളത്തിന്റെ അനുഗ്രഹം ഞാനാണ്, ഇന്ത്യയുടെ അനുഗ്രഹം ഞാനാണ്. കരം ഉയർത്തി പറ. ഈ ദേശം, നിങ്ങൾ ഇരിക്കുന്ന ദേശം ഏതാ അത് പറ. ആ ദേശത്തിന്റെ അനുഗ്രഹം ഞാനാണ്. 4635 ജാതീയ ഗ്രൂപ്പുകളുള്ള ഈ ഭൂമിയിൽ, ഈ രാജ്യത്ത് ഞാൻ മുഖാന്തരമാണ് ഈ ജാതികൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. കാരണം ഞാനാണ് അബ്രഹാമിന്റെ സന്തതി, ഞാനാണ് അബ്രഹാമിന്റെ സന്തതി. നിങ്ങൾ ഫെയ്ത്തിന്റെ പ്രൊക്ലമേഷൻ നിങ്ങളുടെ വീട്ടിൽ നടത്താമോ? നിങ്ങളുടെ വീട്ടിൽ ഫെയ്ത്തിന്റെ പ്രൊക്ലമേഷൻ നടത്താമോ? എങ്കിൽ നിങ്ങളിൽ ഇതിന്റെ റിസൾട്ട് വെളിപ്പെടും. ഹലോ, ഇയ്യോബിന്റെ വീട്ടിനകത്ത് 10 മക്കളും 10-ലേറെ കൊച്ചുമക്കൾ, 10 മക്കളും 10 മരുമക്കളും 10-ലേറെ കൊച്ചുമക്കളും ഒരു ദിവസം ഭൂമുഖത്ത് മാറ്റപ്പെട്ടു. 1000-ഓളം തൊഴിലാളികൾ അല്ലെങ്കിൽ 1000-ഓളം ദാസന്മാർ ഒരു ദിവസം മരിച്ചുപോയി. 11,500 മൃഗങ്ങൾ, 1.5 കോടി രൂപയുടെ മൃഗസമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ട് ഇയ്യോബിന്റെ ഭവനത്തിൽ നിരാശകളും വേദനകളും മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവാത്മാവ് ഇയ്യോബിനെ ഘട്ടമായി പണിത്, ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ അവനോട് ദൈവം സംസാരിച്ച് അവനെ പണിപെടുത്ത്. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ ഇയ്യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ അവസ്ഥ കോളം തോണ്ടി കിടക്കുക. എന്റെ മാടഭാഷ പറയാ, തനിക്ക് സൗഖ്യമില്ല, മക്കൾ മരിച്ചുപോയി, മരുമക്കൾ മരിച്ചുപോയി, കൊച്ചുമക്കൾ മരിച്ചുപോയി, സാമ്പത്തിക മറ്റത്തിന്റെ പരാധീനതയുടെ കൂട്ടിനകത്ത് അധംപതനത്തിൽ കിടക്കുക. പക്ഷെ ഓരോറപ്പ്, എനിക്കിതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഹലോ, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും കേട്ടോ. എന്റെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ ആരാണെന്ന് തീരുമാനിക്കുന്നത്, എന്റെ അപ്പൻ ആരാണെന്നുള്ള വെളിപ്പാടിലാണ്. അവൻ പറഞ്ഞു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്റെ ശരീരത്തിനകത്ത് രോഗമുണ്ട്, ഓട്ടുകഷ്ടം കൊണ്ടാണ് ഞാൻ എന്റെ ചുണങ്ങ് അല്ലെങ്കിൽ ഞാൻ എന്റെ ചിരങ്ങ് ചുരണ്ടിക്കൊണ്ടിരിക്കുന്നത്. മാറ്റത്താൽ എന്റെ മൂക്കിൽ വരുന്ന മാറ്റം എന്റെ ഉടപ്പിറന്നവൾക്ക് അസഖ്യമായി തോന്നുന്നു. രാത്രി കിടന്ന സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുക. പക്ഷെ എന്റെ അകത്ത് വെളിപ്പാടുണ്ട്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നെ അന്യനല്ല, സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. അവൻ ഭൂമിമേൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. തകർച്ചയ്ക്കകത്തും വെളിപ്പാട് സൂക്ഷിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ പറയാൻ പറ്റുന്നുണ്ടോ? തകർച്ചയ്ക്കകത്തും വെളിപ്പാട് സൂക്ഷിക്കുന്നവർക്കായി സ്തോത്രം. രോഗത്തിന്റെ അകത്തും വെളിപ്പാട് സൂക്ഷിക്കുന്നവർക്കായി സ്തോത്രം. തലമുറകൾ പെടുമരണത്തിൽപ്പെട്ട് മരിച്ചുപോയിക്കൊണ്ടിരിക്കുമ്പോഴും അകത്ത് വെളിപ്പാട് കത്തുന്നവർക്കായി സ്തോത്രം. വെളിപ്പാടുണ്ടോ? നിന്റെ ഭവനത്തെ നിനക്ക് തിരിച്ചു പിടിക്കാം. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ഉറച്ചു പറഞ്ഞു. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ കരം തട്ടി ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട് ഇന്നലത്തെ സംഭവങ്ങൾ സംഭവിച്ചു എന്നല്ല ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് എന്റെ വീട്ടിൽ 10 മക്കൾ നഷ്ടപ്പെട്ടു? എന്തുകൊണ്ട് എന്റെ വീട്ടിൽ 10 മരുമക്കൾ നഷ്ടപ്പെട്ടു? എന്തുകൊണ്ട് എന്റെ വീട്ടിൽ 1.5 കോടി രൂപയുടെ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു? ഇതല്ല എന്ന് ചോദിക്കേണ്ടത്. വെളിപ്പാട് എവിടെ എത്തി നിൽക്കുന്നു? ദൈവത്തിലുള്ള ഉറപ്പ് എവിടെ എത്തി നിൽക്കുന്നു? വെളിപ്പാടുകൾ നഷ്ടപ്പെട്ടവനെ തിരിച്ചു പിടിക്കും. ഒരു മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിച്ച മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പുത്രത്വം അവിടെ നിൽക്കട്ടെ, സഞ്ചിപ്പ് അവിടെ നിൽക്കട്ടെ, വളർച്ച അവിടെ നിൽക്കട്ടെ. എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കുടുംബങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ പോകുന്നു. ആ മൈക്കുകൾ അൺമ്യൂട്ട് ചെയ്ത് 1-2 മിനിറ്റുകൾ അന്യഭാഷ പ്രാർത്ഥിച്ചു. നിന്റെ കുടുംബത്തിനകത്ത് ബ്ലെസ്സിങ്ങിന്റെ ഡോർ തുറക്കും കേട്ടോ. കാരണം നിന്നകത്ത് വെളിപ്പാടുകൾ തുറക്കുന്നു. മുമ്പിൽ വഴികൾ തുറന്നു വരും. തലമുറകളുടെ മേൽ വഴികൾ തുറന്നു വരും. സാധ്യത ഇല്ലെന്ന് പറയുന്നിടത്ത് സാധിപ്പിക്കുന്നവന്റെ കരം വെളിപ്പെട്ടു വരും. നഷ്ടങ്ങളുടെ നടുവിൽ തലകുനിച്ച് നിൽക്കാനല്ല, നോക്കിയേ, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നഷ്ടപ്പെട്ടവനെ ഇരട്ടിയായി നൽകി. എവിടെയാണോ അവന്റെ തലകുനിച്ചത്, എവിടെയാണോ അവഹേളിക്കപ്പെട്ടത്, എവിടെയാണോ അപമാനിക്കപ്പെട്ടത്, എവിടെയാണോ ഉടയപ്പെട്ടത്, ദൈവം അവനെ അവിടെ പുറത്തു കൊണ്ടുവരിക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അങ്ങനെ എന്നോട് ഇടപെടുന്നു. ചിലവരെ പരിശുദ്ധാത്മാവ് റെസ്റ്റോർ ചെയ്യുന്ന രാത്രിയാണ് ഈ രാത്രി. അത് സൗഖ്യമായി റെസ്റ്റോറേഷൻ നടക്കും. ഫൈനാൻഷ്യൽ തലത്തിൽ റെസ്റ്റോറേഷൻ നടക്കും. ബന്ധങ്ങളുടെ തലത്തിൽ റെസ്റ്റോറേഷൻ നടക്കും. ഇതുവരെ ഇല്ലാത്തത് ജനിക്കുന്നതിനാൽ റെസ്റ്റോറേഷൻ സംഭവിക്കും.
അതര പ്രൗഢവന അന്തൽക്ക് വെളിപ്പാടുള്ളവന് റെസ്റ്റോർ ചെയ്യാൻ കരുത്തുണ്ട്. വെളിപ്പാടുള്ളവന് ഇല്ലാത്തവന് ഉണ്ടാക്കാൻ കരുത്തുണ്ട്. പ്രബന്ധല ജനകത്തുരാധന പ്രൗഷസ്കനാദിന അന്തൽക്കട എന്തു സംഭവിച്ചു എന്നുള്ളവല്ല, സംഭവങ്ങളുടെ നടുവിൽ എന്റെ അകത്ത് കിടക്കുന്ന വെളിപ്പാട് എന്താണ്? എന്റെ വിഷയത്തിൽ ഉള്ളതല്ല ഈ പ്രാർത്ഥന. പക്ഷെ എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ ചില കുടുംബങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി ചലനം തുടങ്ങുക. ചിലരകത്ത് ഈ വചനം കേട്ടിട്ടും എത്രത്തോളം വചനം കേട്ടിട്ട് അവരുടെ അവസ്ഥകൾ അവരെ ശക്തിയോടെ ബാധിച്ചു നിൽക്കുന്നുകൊണ്ട് പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം തകർന്നു നിൽക്കുന്നവരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആഴമായി സ്പർശിച്ച് ആത്മാവിനാലുള്ള വീര്യപ്രവർത്തികൾ തുറക്കുകയാണ്. ഞാൻ ഓടിച്ച ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ വായിച്ചത് 8-9 വാക്യങ്ങളാണ്. 9-ാം വാക്യം, അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. വായിച്ച ആരൊരാൾ വായിച്ചു? 9-ാം വാക്യം വായിച്ചേ, വേഗം വായിക്കണം. എനിക്ക് ഗലാത്യ ലേഖനം മുഴുവൻ വായിക്കണം. 3-ാം അധ്യായം മുഴുവൻ വായിക്കണം. 3-ാം അധ്യായം 9-ാം വാക്യം വായിച്ചേ. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പൊ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുവോ? അപ്പൊ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് വിശ്വാസത്താലാണോ നിയമത്താലാണോ? കേറുകല, തലേ കേറുകല, പറയല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും, വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, വിശ്വാസത്താൽ നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാകും. സ്തോത്രം. അപ്പൊ ഫെയ്ത്ത് റിലം തുറക്കുന്ന തുറവികൾ കണ്ടോ നിങ്ങൾ? ഓടിച്ചു വായിച്ചു വിട്ടോ എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് അറിയിച്ചു. 9-ാം വാക്യമാണ് വായിച്ചു. 10-ാം വാക്യം, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ഇത് നിങ്ങളുടെ നിക്കുമോളെ കുട്ടി ഓടിപ്പോല്ലേ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നതിന് എവിടെ പോയി കിടക്കുക? ശാപത്തിന് കീഴാകുന്നു. ഇത് തലേ കയറുകയില്ല. നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തിയാലല്ല, യേശുവിന്റെ രക്തത്താലാണ്. ഇത് തലേ കയറുവോ? ബ്ലെസ്സിങ്ങിന്റെ ഡോറ് തുറന്നു വരും. ഓക്കെ, അപ്പം ഇവിടെ പറയുകയാണ്, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നതിന് എന്തായി മാറും? അപ്പൊ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന വെളിപ്പാട് വന്നാൽ ബ്ലെസ്സിങ്ങിന്റെ ഡോർ തുറക്കും. പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് തോന്നി പ്രവൃത്തിയിൽ ആശ്രയിച്ചാൽ അറിയാതെ ശാപവും വരും. എവിടെ നമ്മൾ എന്ത് പറയുക? ശാപം ഇല്ലെന്ന്. നമ്മുടെ നാടൻ ഭാഷ പറയും, വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുക. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ചാൽ ആശ്രയിക്കുന്നതിന്റെ മേൽ ശാപം വരും. വായിച്ചോ, ഇനി വിശദീകരിക്കാൻ പറ്റുന്നില്ല, സമയം പോയി. ഓടിച്ചു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അത് പഠിക്കാൻ പോയാൽ അത് പ്രവർത്തിക്കാൻ പോയാൽ അതിൽ നിൽക്കുന്ന മൊത്തം പറഞ്ഞോളണം, ചെയ്തോളണം. ന്യായപ്രമാണത്തിൽ ഒന്നുപോലും തെറ്റാൻ പാടില്ല. നമുക്ക് ചിലത് തെറ്റുമ്പോഴാണ് നമ്മുടെ മനസ്സിനകത്ത് തെറ്റിന്ന് അറിയുന്നത്. മൊത്തം തെറ്റി കിടക്കുക. ആകെ 1, 2, 3 എണ്ണം തെറ്റുമ്പോൾ നമ്മൾ അറിയുന്നുള്ളൂ തെറ്റാന്ന്. ഹലോ, പോട്ടെ, സമയം പോകുന്നു. ഓടിച്ചു വായിച്ചു മോളെ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. ഹലോ, ഈ ന്യായപ്രമാണത്താൽ ഒരൊറ്റയാൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നില്ല? നീതീകരിക്കപ്പെടുന്നില്ല. നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. അടുത്ത വാക്ക് നീതിമാൻ. വായിച്ചോ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താൽ, നീതിമാനാകുന്നത് വിശ്വാസത്താൽ. നീതിമാനായാൽ അവന്റെ വിശ്വാസത്താൽ അവൻ ജീവിക്കും. ഇത് രണ്ടും രണ്ടാ. നിങ്ങൾ നീതീകരിക്കപ്പെടാനുള്ള വിശ്വാസം അവന്റെ രക്തത്തിലുള്ള വിശ്വാസമാണ്, അവൻ ചെയ്ത പ്രവൃത്തിയിലുള്ള വിശ്വാസമാണ്. അവൻ ചെയ്ത പ്രവൃത്തിയിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ നീതീകരിക്കപ്പെടും. അപ്പൊ നീതീകരിക്കപ്പെട്ടാൽ പിന്നെ നീ നീതിമാനാണ്. പിന്നെ നിന്റെ വിശ്വാസം എങ്ങനെയായിരിക്കും? നിന്റെ വിശ്വാസം നീ അഭിമുഖീകരിക്കുന്ന സകലവിനെയും നീ ആരാണെന്നുള്ള വെളിപ്പാടിൽ ജയിക്കാൻ തുടങ്ങും. ഇത് രണ്ടും രണ്ടാ. ഹലോ, ഇത് രണ്ടും രണ്ടാ.
നീതീകരിക്കപ്പെടാനുള്ള വിശ്വാസം വേറെ, നീതിമാന്റെ വിശ്വാസം വേറെ. എന്റെ നീതിമാൻ വിശ്വാസമായി ജീവിക്കും. രണ്ട് വിശ്വാസവും രണ്ടാണെന്ന് മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ? രണ്ടും ഒരു വിശ്വാസമാണോ? ഒരേ പടകിനകത്ത് 13 പേര് അക്കരയ്ക്ക് പോവുക. 12 പേരകത്ത് വിശ്വാസമുണ്ട്, യേശുവിൻ്റെ അകത്ത് വിശ്വാസമുണ്ട്. യേശുവിൻ്റെ അകത്തുള്ള വിശ്വാസം നീതിമാന്റെ വിശ്വാസമാണ്. ശിഷ്യന്മാരകത്തുള്ള വിശ്വാസം അല്പവിശ്വാസമാണ്. അല്പവിശ്വാസി വിഷയം വരുമ്പം നെടുവീർപ്പിട്ട് കരയും. അവൻ നിലവിളിക്കും, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കും. വിശ്വാസമുള്ളവന്റെ പ്രത്യേകത, അവൻ ആ തിരമാല ഇളകി വരുമ്പം, അവൻ ആ കടലിങ്ങനെ രൂക്ഷഭാവത്തോടെ വരുമ്പോൾ, കടലിൽ പടകനിട്ട് വട്ടം കിടക്കുമ്പം അവൻ അതിന്റെ നടുവിൽ അമരം തലയണയായി വെച്ച് കിടന്നുറങ്ങും. അവനാണ് വിശ്വാസി. ഹലോ, ഇപ്പം മുക്കുമെന്ന് തോന്നുന്ന വിഷയം വരുമ്പോഴും അതിന്റെ നടുവിൽ ഡള്ളപ്പ് കിടക്കെ കിടന്ന് ഉറങ്ങുന്ന പോലെ ഉറങ്ങുന്നവനാണ് വിശ്വാസി. ഞാനീ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയൂ എന്താ മനസ്സിലായി എന്ന്. ആരെങ്കിലും ഒരാൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയൂ എന്താ ഞാനിപ്പോൾ പറഞ്ഞെന്നുള്ള മനസ്സിലായെന്ന് പറയൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കയറുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആരോടും ചോദിക്കുന്നില്ല, നിങ്ങളെല്ലാവരും ഇവിടെ സ്തംഭിച്ച് നിൽക്കും. നെറ്റ് കട്ടായ പോലെ തോന്നുന്നു എനിക്ക്. ആരും മൈക്ക് അൺമ്യൂട്ട് ആകുന്നില്ല. ആരെങ്കിലും ഒരാൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി. നമുക്ക് ഇന്ന് തന്നെ ഇപ്പോൾ ഗലാത്യലേഖനം 3-ാം അധ്യായം തീർത്തോളൊന്നുമില്ല. ഇന്ന് രാത്രി കർത്താവ് വരില്ല, ഉറപ്പാ. നാളെ മാസികമുണ്ട്. ഇനി ആകെ ക്ലിപ്പ് കട്ട് ചെയ്ത് കൃപ. നമുക്കിതൊക്കെ പറയാൻ പേടിയാ, നാളെ കർത്താവ് വരില്ല എന്നൊക്കെ പറയാൻ പേടിയാ. ഞാൻ അതുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഈ ദൈവം കൃത്യമായിട്ട് കാണിച്ച കുറച്ച് കാഴ്ചകളുണ്ട്. അത് നടക്കാതെ കർത്താവ് വരില്ല എന്നുള്ള ഉറപ്പി പറഞ്ഞതാണ് കേട്ടോ. രാത്രി കർത്താവ് വന്നാൽ ഞാൻ പോവുകയെ, നിങ്ങൾ ഇന്ന് കർത്താവ് വരില്ല എന്നും പറഞ്ഞ് ഇവിടെ കിടക്കരുത് കേട്ടോ. ഇപ്പം എന്താ പറഞ്ഞ് നീതിമാൻ ആകാനുള്ള വിശ്വാസം വേറെ, നീതിമാന്റെ വിശ്വാസം വേറെ. നിങ്ങളുടെ വിശ്വാസം നീതിമാന്റെ വിശ്വാസം ആയോ? എന്തിനേയും ഞാൻ ഫേസ് ചെയ്യുന്നുള്ള തലത്തിലേക്ക് കയറിയോ? അതോ നമ്മൾ ഈ പ്രാർത്ഥനാ ടീം ഉള്ളതുകൊണ്ടാണോ നിലനിൽക്കുന്നത്? ഈ പ്രാർത്ഥനാ പോയിന്റും പ്രാർത്ഥനയൊക്കെ പറയാൻ നമുക്കൊരു ടീമുണ്ടല്ലോ, ഇല്ലേ? ഒരു പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. സിസ്റ്റേഴ്സ് മോളെ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം നമ്മൾ കുറേ ഈ പ്രാർത്ഥനക്കാരുള്ളതുകൊണ്ടാണോ ജീവിക്കുന്നതെന്ന് എൻ്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അല്പവിശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്തായാലും കല്ലെടുത്തെറിയാൻ പറ്റില്ലല്ലോ. ശരിക്കും നിങ്ങളുടെ വിശ്വാസം ആയിക്കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങളുടെ അകത്ത് നീതിമാന്റെ വിശ്വാസം വന്നാൽ, കേൾക്കുന്നുണ്ടോ നിഷ വർഗീസ് മാഡം? നീതിമാന്റെ വിശ്വാസം തുറന്ന ആള് പറയും, ഇനി നിങ്ങൾ ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ ജീവിച്ച് കാണിച്ചു തരാന്ന് പറയും. ഞാൻ നിഷേച്ച് പിണങ്ങരുത് കേട്ടോ. ഞാൻ ഒരു പെട്ടെന്ന് നിഷേധിച്ചൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. കാരണം നിഷേധിച്ച് അനുഭവിക്കുന്ന പ്രശ്നം ഭയങ്കരമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞല്ലോ, വെറുതെ പറഞ്ഞല്ല. അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അകത്ത് ആദ്യം വരേണ്ടത് ഞാൻ നീതീകരിക്കപ്പെടുന്നുള്ള ബോധമാണ്. അപ്പം സിസ്റ്റർ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ച് നമ്മൾ ആദ്യം സിസ്റ്റർ പ്രാർത്ഥന വിഷയം മൊത്തം നമ്മൾ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ കേട്ടോ, വിഷമിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യം നടക്കുന്ന പോലെ ഞാൻ സംസാരിക്കുക ആളോട്. ഞാൻ തിരിച്ച് പറയും, ഇവിടെ ആര് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടും. സിസ്റ്ററിൻ്റെ അകത്ത് നീതിബോധം വരാവോ? വചനത്തിലേക്ക് തിരിഞ്ഞ് ഞാൻ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടു എന്ന് വെളിപ്പാട് വന്ന് കർത്താവിനെ ആരാധിക്കാവോ? അത് വെളിപ്പാടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാവോ? അത് വെളിപ്പാടാകാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ആ വെളിപ്പാടിൽ നിന്ന് നാം പറയുന്ന വാക്കുകൾ ചുറ്റിലുമുള്ള ഘടകങ്ങളെ നിശ്ചലമാക്കാൻ തുടങ്ങും. കറങ്ങുന്ന പടകിനെയും അടിക്കുന്ന തിരമാലകളെയും ഇളകുന്ന തിരമാലയെയും അടിക്കുന്ന കാറ്റിനെയും അത് ശാസിക്കുമെന്ന് മാത്രമല്ല, അല്പം കഴിഞ്ഞാൽ നിന്റെ പടകിനെ പറപ്പിക്കുവാൻ അവൻ കരുത്തനാണെന്ന് അവൻ തെളിയിക്കാൻ പോവുകയാണ്. ഒന്ന് കരം പറ്റിയവൻ ആമേൻ പറയാമെങ്കിൽ പറഞ്ഞ കർത്താവിന്, നീതിമാന്റെ വിശ്വാസം നിന്നെ മുക്കാൻ അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല, നിന്നെ അത് പറപ്പിക്കുന്നതാണ്, നിന്നെ അത് ലക്ഷ്യത്തിലെത്തിക്കുന്നതാണ്. എന്തോ എനിക്ക് ആത്മാവിൽ ചില മിനിറ്റുകൾ അന്യഭാഷ പറയാൻ തോന്നുന്നു. ഒന്നവൻ ആമ്യം പറഞ്ഞേരെ. നിന്റെ ഡെസ്റ്റിനി തെളിയിക്കുന്നതാണ്, നിന്റെ ഡെസ്റ്റിനിലേക്ക് നിന്നെ എത്തിക്കുന്നതാണ് പുത്രത്വത്തിന്റെ അടിസ്ഥാനമായ നീതിബോധം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി അത് തുറക്കുന്നു കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഇനി
നമുക്ക് വായിച്ചു വിട്ടു 11 തൊട്ട് 14 വരെ വായിച്ചു. എന്തായാലും ഇന്ന് തീരുകയില്ല. ഒരു പാരഗ്രാഫ് കൂടെ നമുക്ക് അവൻ്റെ 4-7 വരെ എത്തണം ഈ ഭാഗം വായിച്ചിട്ട്, എങ്കിലാണ് ഈ പോർഷൻ ക്ലോസ് ആകുള്ളൂ. അപ്പോൾ നാളെ ഒരു ദിവസം കൂടെ നാളെ നമുക്ക് ഒരു റെക്കോർഡ് വിടാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ചെറിയൊരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ദൈവം വിചാരിച്ചു ഇന്ന് നാളെ അങ്ങോട്ട് അത് ഭാഗം നാളെയും കൊണ്ട് തീർത്താൽ മതി എന്നുള്ളതുകൊണ്ടായിരിക്കും എനിക്കിതങ്ങ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, തീർക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഒന്ന് ഓടിച്ച് വായിച്ച് ബാക്കി ഭാഗം വായിച്ചേ. ഗലാത്യലേഖനം 3-ാം അധ്യായം. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീ അത് വായിച്ച് ഇനി ഞാനത് പ്രസംഗിക്കും അവിടെ. ഇനി അത് വായിക്കുമ്പോൾ അപ്പം അടുത്ത വെളിപ്പാട് വരും. അവിടെ നിന്ന് ഒരു വാക്യത്തിനകത്ത് 7 വെളിപ്പാടുണ്ട്, 7 റിലമുണ്ട് ഓരോ വചനത്തിനകത്തും. ഞാൻ ഓടിച്ച് അവസാനിപ്പിക്കാൻ മുമ്പ് ആള് പിന്നെ റിവേഴ്സ് കയറിട്ട് പോകുക. ന്യായപ്രമാണത്തിലോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്, ഞാൻ കഴിഞ്ഞ പകല ഭാഗം പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നിങ്ങളെ ക്രിസ്തു വില കൊടുത്തു വാങ്ങി. ഇനി നിങ്ങളുടെ മേൽ ന്യായപ്രമാണത്തിന്റെ ശാപം വരില്ല. അപ്പന്മാര് പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കില്ല. ആമീൻ പറയാൻ പറ്റിയെങ്കിൽ പറഞ്ഞാൽ മതി. കവനന്റിന്റെ വെളിപ്പാട് വന്നാൽ നിന്റെ കുടുംബത്തിൽ പിതാക്കന്മാരുടെ ശാപം വരില്ല. ശാപന ഇതിന് ആമ്യം പറയുമ്പോൾ ഇത് തന്നെ. മറ്റത് 4 മണിക്കൂർ ഇത് പറയുന്നു പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമ്മൾ ഒറ്റവാക്കി പറയുകയാണ്, അതാ കുഴപ്പം. അപ്പൊ അവനെന്താ പറയണം? അവൻ ആമ്യം പറയണം. എൻ്റെ മേൽ ഇതിന് വാഴാൻ അനുവാദം ഇല്ല, സകല ശാപവും കാൽവറി പോയി. അത് അവന്റെ മരത്തിന്മേൽ അവനെ അവസാനിപ്പിച്ചു. എന്നിട്ട് അത് വെളിപ്പാടാകുമ്പോൾ ശാപം ക്യാൻസൽ ആകുന്നു. ശാപം ക്യാൻസൽ ആയതുകൊണ്ട് അനുഗ്രഹം കിട്ടില്ല. അനുഗ്രഹം ഓപ്പൺ ആകണമെങ്കിൽ അബ്രഹാമിന്റെ അനുഗ്രഹം വേണം വരാൻ. ഈ ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കേണ്ട അനുഗ്രഹം അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ 1 മുതൽ 14 വരെയുള്ള അനുഗ്രഹങ്ങൾ അത് ഇതിനകത്തുള്ളതാണ്. പക്ഷെ അതല്ല നിങ്ങൾ അനുഭവിക്കേണ്ടത്. അത് വാസൽ കവനിനകത്ത് പറഞ്ഞവൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹമാണ്. നിങ്ങൾ അനുഭവിക്കേണ്ട അനുഗ്രഹം ചെയ്യുമ്പോൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹമല്ല, വിശ്വാസത്താൽ അബ്രഹാമിന്റെ മേൽ വന്ന അനുഗ്രഹമാണ്. ആവർത്തനം 28-1 മുതൽ 14 വരെ വായിച്ചു നോക്ക്. അതൊരു അടിമയ്ക്കുണ്ടാകുന്ന അനുഗ്രഹമാണ്. അവന്റെ പ്രവൃത്തി, അവന്റെ വേല, അവന്റെ കുടുംബം, അവന്റെ കൈയുടെ അധ്വാനം, അവന്റെ പേര്, അവന്റെ പിറപ്പ്, അവന്റെ മൃഗങ്ങളുടെ പിറപ്പ്, അവനെ ഒരു കുടുംബത്തെ ഫോക്കസ് ചെയ്തുള്ള അനുഗ്രഹമാണ് ആവർത്തനം 28-1 മുതൽ 14 വരെ കിടക്കുന്നത്. അവൻ പറഞ്ഞു നീ താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കും, പിന്നെ ഞാൻ വാലല്ല തലയാക്കും. അതെ, അവൻ അടിമയാ, അവൻ വാലാണ്. ദൈവം അവനെ തലയാക്കി മാറ്റും. അവൻ താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കും, അവൻ അടിമയാണ്. എന്നാൽ നീ അടിമയല്ല. നിന്നോട് ചെയ്തിരിക്കുന്ന ഉടമ്പടി അടിമയുടെ ഉടമ്പടിയല്ല, നിന്നോട് ചെയ്തിരിക്കുന്ന ഉടമ്പടി അബ്രഹാമിന്റെ ഉടമ്പടിയാണ്. നീ രാജ്യങ്ങൾക്ക് അനുഗ്രഹമാകും. ഇത് രണ്ടും ഒന്ന് തിരിച്ചു പഠിക്കണം കേട്ടോ. അബ്രഹാമിന്റെ അനുഗ്രഹം നിന്റെ മേൽ തുറക്കും. അബ്രഹാമിന്റെ അനുഗ്രഹം നിന്റെ മേൽ തുറക്കും. ഇത് തുറക്കുന്നത് വിശ്വാസത്താലാണ്. ഞാൻ ആ 14 മുതലുള്ള 15 മുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ ഞാനത് എടുക്കുന്നില്ല, ഇനി സമയം പോയതുകൊണ്ട്. അതൊരു 15 മിനിറ്റ് സമയം വേണം അത് തീർക്കണമെങ്കിൽ. മിനിമം 15 മിനിറ്റ് സമയം വേണം. നാളെ അപ്പം ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു 5 മണിക്ക് മുമ്പ് ഞാൻ ഫ്ലയർ ഇടും. അപ്പോൾ നിങ്ങൾ 15 മുതലുള്ള വാക്യം വായിക്കുക. അത് ഒരാളും വരണ്ട കേട്ടോ, എല്ലാവരും ആ വാക്യം വായിച്ചു വരണേ. 16 മുതലുള്ള 15 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരണം. അവിടെ ഇതിൻ്റെ റൂട്ട് മൊത്തം പറയുന്നുണ്ട്. ന്യായപ്രമാണം എന്തിനാണ് വന്നത്, എങ്ങനെയാണ് നിങ്ങൾ അനുഗ്രഹമായി മാറിയത് എന്നവിടെ പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരൊറ്റ വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 14-ാം വാക്യം നീ ഒന്നുകൂടെ വായിച്ചേ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം എങ്ങനെ പ്രാപിപ്പാൻ? വിശ്വാസത്താൽ പ്രാപിപ്പാൻ. അപ്പൊ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നിങ്ങളിൽ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ടമാനം കാര്യങ്ങളുണ്ട്. നിങ്ങൾ വിശ്വാസത്താൽ ആത്മാവിനെ പ്രാപിച്ചപ്പോൾ ആദ്യം നിങ്ങളിൽ വെളിപ്പെട്ട് വരാൻ തുടങ്ങിയത് വീര്യപ്രവർത്തികളാണ്. 3-2-3 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. എന്നാൽ ആത്മാവെന്ന വാഗ്ദത്ത വിഷയത്തിന്റെ ഹയർ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന സൺഷിപ്പിന്റെ തലമാണ്, അഡോപ്ഷനാണ്. നിങ്ങളിൽ പുത്രത്വത്തിന്റെ തലം ഓപ്പണായി വരും.
നിങ്ങൾ പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ തുറക്കും. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നിങ്ങളുടെ മേൽ തുറക്കും. നിങ്ങളുടെ മേൽ അവൻ പകർന്നിരിക്കുന്നുവല്ലോ. അങ്ങനെ വാക്യമുണ്ട് 4:6-7. നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നിങ്ങളുടെ മേൽ തുറക്കും. അപ്പൊ കണ്ടോ, നിങ്ങളിൽ തുറക്കുന്ന സ്പിരിച്വൽ റിലം കണ്ടോ നിങ്ങൾ? അത് വിശ്വാസത്താൽ നിങ്ങളുടെ അകത്തൊരു ആത്മാവായി പകരപ്പെട്ട് നിങ്ങളിൽ അത് പലതരത്തിലുള്ള വീര്യപ്രവർത്തികളോ വരങ്ങളോ ഡ്രീംസുകളോ ശക്തികളോ തുറന്ന് ഒടുവിൽ നിങ്ങളെ സൺഷിപ്പിലേക്ക് കൊണ്ടുവരും. നിങ്ങളെ അവനെ പോലെയാക്കി മാറ്റും. അപ്പൊ പുത്രത്വത്തിന്റെ ആത്മാവെന്ന വാക്തത്വ വിഷയം പ്രാപിക്കുമ്പോൾ ഒന്നാമത്തെ ഘടകം നിങ്ങളിൽ വളർച്ച നടക്കും. ചില ആൾക്കാരുടെ ചിന്ത ഈ വളർച്ച മാത്രമാണ് ആത്മാവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല കേട്ടോ മക്കളെ, ആത്മാവ് വളർത്തുന്നവൻ മാത്രമല്ല, ആത്മാവ് പാഴായ ശൂന്യമായതിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക ഭൂമിയുടെ മേൽ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ എന്തിനു വേണ്ടിയാണ്? എന്നിട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രിയൂണിറ്റിലെ രണ്ടാമാളത്വമായ പുത്രനിലൂടെ ട്രിയൂണിറ്റിലെ ഒന്നാമാളത്വമായ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമാളത്വമായ പിതാവ് പ്രഖ്യാപിക്കുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ. ഇത് 3 ആത്മാവല്ലേ? ആണോ? പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് 3 ആത്മാവല്ലേ? അപ്പൊ ത്രിയേകനായ ദൈവം ഒന്ന് ഭൂമിയിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 2 അവൻ ചിലത് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. രണ്ടാമനായവൻ അത് പ്രഖ്യാപിക്കുന്നു. വചനം അത് പ്രഖ്യാപിക്കുന്നു. എന്താ ഉണ്ടാകുന്നത്? ആത്മതലം റിലീസാകാൻ തുടങ്ങിയാൽ അത് മെറ്റീരിയൽ റിലത്തെ ഉണ്ടാക്കും. സ്പിരിച്വൽ റിലത്തിനകത്ത് വളർച്ച സംഭവിച്ചാൽ നിന്റെ വീട്ടിൽ മെറ്റീരിയൽ റിലം ഓപ്പണായി വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? ആദ്യം ഞാൻ പറഞ്ഞു സ്പിരിച്വൽ റിലം അടയാളങ്ങളിൽ അത്ഭുതങ്ങളിൽ തുടങ്ങി വരങ്ങളിലേക്ക് കയറി അത് നിങ്ങളുടെ മേൽ അഭിഷേകം പകർന്ന് നിങ്ങളുടെ അകത്ത് ആത്മ നിറവ് പകർന്ന് നിങ്ങളെ പുത്രനാക്കി മാറ്റും. നിങ്ങളെ അവനെ പോലെയാക്കി മാറ്റിയുള്ള പ്രത്യേകത സ്പിരിച്വൽ റിലത്തിനകത്ത് നോക്കിയേ. ഡിവൈൻ സ്പിരിച്വൽ റിലം പിതാപുത്ര പരിശുദ്ധാത്മാവ് അവർ പരസ്പരാധിവാസമുള്ളവരാണ്. അവരുടെ പ്രത്യേകത, അവർ വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ ഇല്ലാത്തത് ഉണ്ടാകും. സ്പിരിച്വൽ റിലം ഫിസിക്കൽ റിലത്തിൽ സൗഖ്യം കൊണ്ടുവരും. സ്പിരിച്വൽ റിലം മെറ്റീരിയൽ റിലത്തിൽ ഇല്ലാത്തവനെ ഉണ്ടാക്കും. ഓ ശകവന രഗഷ്കസന. ഇരമ്യാവിന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, നീ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ ഞാൻ നിന്നെ എന്റെ വായ പോലെയാക്കും. കർത്താവിന്റെ ദൈവത്തിന്റെ വായ എന്തിനുള്ളവാ? ദൈവത്തിന് പ്രഖ്യാപിക്കാനുള്ളവാ. ദൈവത്തിന് ഉണ്ടാക്കാനുള്ളത് പ്രഖ്യാപിക്കാനുള്ളതാണ് ദൈവത്തിന്റെ വാ. നിങ്ങൾ പുത്രത്വത്തിൽ വളർന്നാൽ നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ പട്ടണത്തിൽ എന്ത് സംഭവിക്കണമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു യുദ്ധം നടന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. യുദ്ധം നടക്കുമ്പോൾ നമുക്ക് ഇന്ത്യ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആൾക്കാർ പ്രാർത്ഥിക്കും. പാകിസ്ഥാൻ ജയിക്കാൻ വേണ്ടി പാകിസ്ഥാൻകാർ പ്രാർത്ഥിക്കും. ഇവിടെ ജയിക്കേണ്ടത് ആരുമല്ല, ഇവിടെ ജയിക്കേണ്ടത് ദൈവരാജ്യമാണ്. അവിടെയും ഇവിടെയും മരിക്കുന്നത് മനുഷ്യരാണ്. നോക്കി, പുത്രത്വത്തിൽ വളർന്നവൻ രാജ്യം ജയിക്കാനല്ല പ്രാർത്ഥിക്കുക. പുത്രത്വത്തിൽ വളർന്നവൻ ദൈവത്തിന്റെ കൺട്രോൾ ഉണ്ടാകാൻ അവൻ കൽപ്പിക്കും. പുത്രത്വത്തിൽ വളർന്നവൻ അതിന്റെ മേൽ ഡിവൈൻ പീസ് വരാൻ കൽപ്പിക്കും. ഭരണാധികാരിയുടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാനായി അവർ കൽപ്പിക്കും. അവന്റെ മേൽ അധികാരം തുറക്കും. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ അധികാരം തുറക്കുന്നവരായി മാറും. നിങ്ങൾ സൺഷിപ്പിന്റെ ഹയറിലത്തിലേക്ക് വന്നാൽ നിങ്ങൾ കൽപ്പിക്കുന്നത് സംഭവിക്കപ്പെടും. ഒരാമേനൊന്ന് കരമുയർത്തി പറഞ്ഞു. സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുകൾ നിങ്ങളുടെ മേൽ ഓപ്പൺ ആകുമ്പോൾ നിങ്ങളിൽ വളർച്ച സംഭവിക്കും. ആ വളർച്ചയ്ക്ക് ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ കരുത്തുണ്ട് കേട്ടോ. ഫലമില്ലാത്ത അത്തിയെ കണ്ടാൽ യേശു കണ്ടപ്പോൾ ശപിച്ചെങ്കിൽ ആ അത്തി ഉണങ്ങിയെങ്കിൽ നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ചിലതിനെ ഉണക്കും. നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കല്ലറയെ തുറക്കും. നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നോക്കിയേ, പാതാളത്തിൽ കിടക്കുന്ന അബ്രഹാം പിതാവിന്റെ മടിയിലിരിക്കുന്ന ലാസറിന്റെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരും. ആമ്യം പറഞ്ഞു. പാതാളത്തെ വരെ തുറക്കുന്നതാണ് പുത്രന്റെ വായിലെ വാക്കുകൾ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എന്റെ അകത്ത് തുറന്നിരിക്കുക. ആ അധികാരം ഞാൻ നിങ്ങൾക്ക് തരിക. ഇത്ര പവറുള്ളവരാണോ നിങ്ങൾ? ചിലർ, പല ആൾക്കാർ ഇപ്പം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഡ്രീംസുകൾ കാണുന്നു. കേൾക്കുന്നുണ്ടോ? ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടില്ലാത്ത പോലെ
മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഡ്രീംസുകൾ ദൈവാത്മാവ് പ്രാർത്ഥിക്കുന്നവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ശവപ്പെട്ടി തുറക്കുന്നവർ, ശവക്കല്ലറകൾ തുറക്കുന്നവർ. കേൾക്കുമ്പോൾ എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഭവനത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നവർ, ആ ഉയർപ്പിലൂടെ ഒരു വലിയ കൂട്ടം കർത്താവിനെ കാണുന്നവർ. എങ്ങനെ? നിങ്ങളുടെ മേൽ പുത്രത്വത്തിന്റെ ആത്മാവ് വ്യാപരിച്ചാൽ, പുത്രത്വത്തിന്റെ റിലം തുറന്നാൽ, പരിശുദ്ധാത്മാവ് ദർശനങ്ങളായി വെളിപ്പാടുകളായി നിങ്ങളോട് ഇടപെടാൻ തുടങ്ങും. നിങ്ങളുടെ മേൽ സ്പിരിച്വൽ അതോറിറ്റി ഓപ്പൺ ആകും. അത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ സഭയുടെ ആവശ്യത്തിന് വേണ്ടിയല്ല. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കണമെന്ന് ഇന്ത്യ ദൈവരാജ്യത്തിന്റെ പ്രദർശനമായി മാറാൻ പോകുന്നു. ഈ രാജ്യത്തിന്റെ പേരവൻ മാറ്റാൻ പോകുന്നു. എന്നെ കർത്താവ് കാണിച്ച സ്വപ്നമുണ്ട്. ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും 10,000, 20,000, 50,000 ഒരുമിച്ച് കൂടി ഗ്രൗണ്ടുകൾ കർത്താവിനെ ആരാധിക്കുന്ന ദിവസം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അത് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ മിഷണറിമാരെ കൊണ്ടല്ല, അത് ചെയ്യിക്കാൻ പോകുന്നത് ആഫ്രിക്കൻ മിഷണറിമാരെ കൊണ്ടല്ല, അത് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന നിങ്ങളിലൂടെ തുറക്കുന്ന പുത്രത്വത്തിന്റെ അധികാരത്തിലൂടെയാണ്. അങ്ങനെ ഒരു ഉണർവ് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഉണർവ് ദൈവാത്മാവ് അങ്ങനെ ഉണർവ് നടത്തുമെന്ന് കാണിച്ചവരുണ്ടെങ്കിൽ, അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, പുത്രത്വത്തിന്റെ ആത്മാവിൽ വളർച്ച പടക്കുന്നവരെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, 1 മിനിറ്റമായി കണ്ണൂട്ടി പ്രാർത്ഥിച്ചു. സമയം അതിക്രമിക്കുന്നു. ഒരൊറ്റ മിനിറ്റ് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പല രാജ്യങ്ങളിലിരിക്കുകയാണ്, പല ഭൂഖണ്ഡങ്ങളിലിരിക്കുകയാണ്. തുറന്നുവിട്ട് ആ അധികാരത്തെ തുറന്നുവിട്ട് ആ അധികാരത്തെ ഇന്ന് രാവിലെ പ്രഖ്യാപിച്ച് അധികാരത്തിന്റെ വാക്കുകൾ മുടങ്ങട്ടെ. ഒരുമിച്ച് ഒരു ശരീരമായി നാം പണിയപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അബ്രഹാമിന്റെ അനുഗ്രഹം തുറക്കട്ടെ. അബ്രഹാമിന്റെ അനുഗ്രഹം തുറക്കട്ടെ. ആത്മതലത്തിലെ വളർച്ചകൾ സംഭവിക്കട്ടെ. ആത്മതലം മെറ്റീരിയൽ റിലത്തെ തൊടട്ടെ. തകർച്ചയുടെ പടുകുഴിയിൽ കിടക്കുന്നവർ, ജീവിതത്തിൽ ആശ നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനി ജീവിക്കാൻ കഴിയുമോ എന്ന് വരെ ചിന്തിക്കുന്നവർ ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ മുഴുവൻ പണിയുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് എനിക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ തോന്നുന്നു, പക്ഷേ സമയം വളരെ ഓടിപ്പോയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളൊരു അനുഗ്രഹമാണ്, നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ മേലെ സ്പിരിച്വൽ റിലം തുറക്കും. കണ്ണടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ രാവിലെ 5:30 നമുക്ക് പ്രാർത്ഥനയുണ്ട്. സന്തോഷ വാർത്ത, അടുത്തൊരാഴ്ച കൊണ്ട് കഴിഞ്ഞാൽ പിന്നത്തെ ആഴ്ച തൊട്ട് നമുക്ക് എന്നും കത്രിമേശയുണ്ട് കേട്ടോ. രാവിലെ എല്ലാ ദിവസവും രാവിലെ കത്രിമേശയുണ്ട്. 15 മിനിറ്റ് കൊണ്ട് ഓരോ ഭാഗം കത്രിമേശയെക്കുറിച്ച് പറഞ്ഞ് കത്രിമേശ നമ്മൾ നടത്തുന്നതായിരിക്കും. ജോണി ബ്രദർ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. കർത്താരദാസൻ പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ജോണി ബ്രദർ ഇപ്പോൾ മൈക്ക് ഓൺ ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അങ്ങേ നല്ല സന്ധ്യയുടെ യാമത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഈ സൂം മീറ്റിംഗിൽ കൂടി കർത്താവെ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ പഠിക്കുവാൻ കർത്താവെ നിന്റെ മക്കളാവുന്ന നിങ്ങൾക്ക് തന്ന മക്കളായ സ്തോത്രം. കർത്താവെ, വിശ്വാസത സ്വീകരിക്കട്ടെ. ആ അബ്രഹാമിന്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് തന്ന ആ വാഗ്ദത്തം ഞങ്ങളെ കർത്താവ് ഒന്നുകൂടി ഉത്ബോധിപ്പിച്ച് കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവ് സന്തതികളാണല്ലോ ഞങ്ങൾ. എന്നാൽ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ആ അനുഗ്രഹങ്ങളെല്ലാം അബ്രഹാമിൽ കൂടിയാണ് ഞങ്ങൾ കിട്ടുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ കർത്താവെ. കർത്താവെ, ഞങ്ങൾ നീതീകരിക്കപ്പെടുവാനുള്ള വിശ്വാസമല്ല, നീതീകരിക്കപ്പെട്ടവരായുള്ള വിശ്വാസം കർത്താവെ. ഞങ്ങൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന വചനം പോലെ കർത്താവെ, ഞങ്ങളുടെ ആ വിശ്വാസത്തിന്റെ സ്ഥലം കർത്താവെ, ആ ഒരു ലെവൽ ഒന്നുകൂടി മുന്നേറുവാൻ കർത്താവെ, പൂർണ്ണ വിശ്വാസത്തിൽ ജീവിക്കുവാൻ, അത് കർത്താവെ പടകിൽ യാത്ര ചെയ്ത കർത്താവെ, വിശ്വാസന്റെ നായകൻ കിടന്നുറങ്ങിയപ്പോൾ കർത്താവെ അല്പവിശ്വാസികൾ കിടന്ന് കരഞ്ഞതുപോലെ അല്ല കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ വേണ്ട ആ കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ വീണ്ടും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം സംസാരിപ്പാൻ പഠിപ്പിപ്പാൻ നിന്റെ മകനെ അഭിഷേകം ചെയ്തതിനാൽ നന്ദിയോടെ സ്തോത്രം. വീണ്ടും കർത്താവെ, രാജ്യങ്ങൾക്ക് കർത്താവെ അനേക ആയിരങ്ങളെ ക്രിസ്തുവിന് നേടുവാൻ തക്കവണ്ണം വീണ്ടും കരങ്ങളെടുത്ത്
ഉപയോഗിക്കുന്ന പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണമേ. ദേശത്ത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ്, രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ നിന്റെ മകന്റെ മേൽ നീ വീണ്ടും കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൂമിൽ കൂടി കർത്താവെ ആലീലിയ കർത്താവ് വചനം പഠിക്കാതിരിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ താഴെ സമർപ്പിക്കുന്നു. കർത്താവ്, ഈ പഠനം എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ ആലീലിയ അല്പവിശ്വാസം മാറി പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ പൂർണ്ണമായ വിശ്വാസത്താൽ ജീവിക്കുവാൻ വേണ്ടതായ ആ ദൈവക്രമ ഞങ്ങൾ ഓരോരുത്തരുമേലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കർത്താവെ ഹാലിയ ദൈവത്തിന്റെ ആലിയ പരിശുദ്ധാത്മാവ് ആലിൽ ധാരാളമായി ഞങ്ങൾക്ക് സഹായിച്ചാൽ നന്ദിയോടെ സ്തോത്രം. രാവിലത്തെ മീറ്റിംഗ് ദൈവം അനുഗ്രഹിക്കണം കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹാലിയ നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു തന്നെ നമ്മുടെ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കുന്ന നല്ല പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഷലോം, ഷലോം.